നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്ന ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. ഈ ദിവസം അറിയപ്പെടും. ഒരനുഗ്രഹവും ലഭിക്കാത്ത സ്ഥലമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമായിരുന്നോ? ദൈവാനുഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ഉത്തരമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും പിതാക്കന്മാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അത് ഇങ്ങനെ വളർത്തുമ്പോൾ അവർ നിങ്ങൾക്കൊരനുഗ്രഹമായി മാറാൻ തുടങ്ങും. ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്. ഇതൊരിക്കലും ഒരു നഷ്ടമല്ല. ഇതൊരിക്കലും നിങ്ങൾ നഷ്ടമാകത്തില്ല. വെറുതെ ഒരു ചടങ്ങായിരിക്കുന്ന പോലെയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കാം. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന നിലയിലാണ് ഇത് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ നമുക്കൊന്നടച്ച് കുറച്ച് മണിക്കൂറുകളായി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചിലരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. ദൈവം നിന്നെ ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ ഈ ശബ്ദം നീ കേൾക്കത്തില്ലായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നീ പങ്കെടുക്കുകയില്ലായിരുന്നു. ഈ ആരാധനയിൽ നീ ചേർന്ന് നിൽക്കുകയില്ലായിരുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് താഴെയും മുകളിലും ഈ ഹാളിലും ചാപ്പലിലും സൈഡ് വരാന്തകളിലും കൗൺസിലിങ്ങിനുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരുടെയൊക്കെ ആഗ്രഹങ്ങളാണോ കണ്ണുനീരോടെ ഈ ആലയവുമായി ബന്ധപ്പെട്ടുള്ളത്, അവർക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ 3 വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹം കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടാൻ തുടങ്ങും. എനിക്ക് സൗഖ്യം കിട്ടിയ ദിവസമെന്ന്, എനിക്ക് വിടുതൽ കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം കൈ നീട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നിന്റെ നേർക്ക് നീട്ടിയിരിക്കുന്നു. എന്നെ ദൈവം വിടുവിച്ച് എന്നെ ആശ്വസിപ്പിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്ന ദിവസമാണ്. എല്ലാ കണ്ണുകളും അടച്ച്, ശില്പി എന്നാൽ ചില പാത്രങ്ങളെ മനോഹരമായി നിർമ്മിക്കുന്ന ആളുടെ പേരാണ് ശില്പി. എൻ്റെ ജീവിതത്തെ നിർമ്മിക്കുന്ന ശില്പിയാണ് എൻ്റെ ദൈവം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്ന ദിവസമായത് മാറട്ടെ. ദൈവ സാന്നിധ്യം അടുത്തു നിൽക്കുന്ന സമയം എല്ലാ കണ്ണുകളെയും ഒന്നടച്ച് ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധയോടെ കേട്ട്, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ
അല്ലലെല്ലാം മാറിയിടുമേ. തോമാസ് ശ്ലീഹായും ശിഷ്യരും ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് ഏറ്റവും കുറവുള്ളത് സമാധാനമായിരിക്കും. ദൈവമേ, ഒരു സമാധാനമില്ലല്ലോ, എൻ്റെ കുടുംബത്തിനകത്തൊരു സമാധാനമില്ലല്ലോ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലല്ലോ, എൻ്റെ സാമ്പത്തികത്തിനകത്തൊരു സമാധാനമില്ലല്ലോ. യേശു നിനക്ക് തരുന്നത് സമാധാനമാണ്. സമാധാനം, സമാധാനം, ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നൽകുന്ന സമാധാനം എൻ്റെ വീട്ടിലുണ്ടാകട്ടെ, സംഭവിക്കട്ടെ. ദൈവം നൽകുന്ന സമാധാനം എൻ്റെ സാമ്പത്തികത്തിൽ, ദൈവം നൽകുന്ന സമാധാനം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും. ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങളേത് സഭയിൽപ്പെട്ട ഒരാളായാലും, നിങ്ങളൊരു ആർസിക്കാരനായിരിക്കാം, ലാറ്റിൻകാരനായിരിക്കാം, മലങ്കര പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, യാക്കോബായ പള്ളിയിൽ പോകുന്ന ആളായിരിക്കാം, മാർത്തോമ പള്ളിയിൽ പോകുന്ന, CSI പള്ളിയിൽ പോകുന്ന, മറ്റ് സഭാവിദ്യ എവിടെയൊക്കെ പള്ളിയിൽ പോകുന്ന ആളാകട്ടെ. നമ്മളിപ്പോൾ ഏത് പള്ളിയിൽ പോകുന്ന ആളെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, സമയമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നായി നിൽക്കുന്ന സമയമാണ്. ദൈവവചനത്തിന് മുമ്പിൽ ഒരു മനസ്സോടെ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ട ഒരാളാകാം, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയ ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്ന ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. ഈ ദിവസം അറിയപ്പെടും. ഇരിക്കാമോ? ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ദിവസം വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും ബഹുമാനത്തോടും കൂടെ സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളൊത്തിരി പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഇതിനകത്തിരിക്കുന്നത്, പുറത്തു നിൽക്കുന്നത്, സൈഡിൽ നിൽക്കുന്നത്, താഴെ ചാപ്പലിൽ നിൽക്കുന്നത്, എല്ലായിടത്തും പോയ ശുശ്രൂഷകർ പറഞ്ഞു, ഒരു ദാഹമുള്ള മനസ്സോടും ഹൃദയത്തോടും കൂടെയാണ് ഇവിടെ നിങ്ങളിരിക്കുന്നത്. ഇന്നലെയും ആളുകൾ ധാരാളം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ രാത്രിയിൽ ആളുകളെയൊക്കെ കുറച്ച് പേരെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഒരു കാര്യം ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്നു, പ്രസംഗത്തിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായി, ഞങ്ങൾക്കത് വലിയ അനുഗ്രഹമായി. എന്നതാ ഞാൻ പറഞ്ഞതെന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളെ 3 കാര്യങ്ങൾ അയാളെ തേടി വരും. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരാളെ 3 കാര്യങ്ങൾ. നല്ല ബന്ധങ്ങൾ അയാളെ തേടി വരും. നല്ല സമയങ്ങൾ അയാൾക്കുണ്ടാവും. നല്ല ജീവിതം അയാൾക്കുണ്ടാവും. ഈ 3 കാര്യങ്ങൾ ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ച് വരും, തേടി വരും. ചിലർക്കെങ്കിലും അത് അനുഭവമുണ്ട്. ദൈവാനുഗ്രഹമുള്ളവരെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നന്മകൾ അയാളെ തേടി വരും. 2 കാര്യങ്ങൾ ഇത് തെളിയിക്കാൻ ബൈബിളിലുണ്ട്. ഒന്ന്, പഴയ നിയമത്തിലെ ജോസഫാണ്. പൊട്ടക്കിണറ്റിൽ കിടന്ന ആളെ തേടി വന്നത് രാജയോഗമാണ്. ഒരു രാജാവാകാനുള്ള യോഗമാണ് ആ മനുഷ്യനെ അന്വേഷിച്ചു വന്നത്. പഴയ നിയമത്തിൽ ദാവീദ് ആട്ടിടയനായിരുന്നു. ആടുകളെ പറമ്പിക്കൂടെ മേയിച്ച് നടന്ന ആളാണ്. അദ്ദേഹത്തെ തേടി വന്നത്, അദ്ദേഹത്തെ അന്വേഷിച്ച് വന്നതാ. അദ്ദേഹത്തിൻ്റെ ശിരസിൽ തൈലമൊഴിച്ച് രാജാവായി, പ്രവാചകനായി അഭിഷേകം ചെയ്തത് ഒന്നുമില്ലാതിരുന്നൊരു സമയത്ത് നിന്ന ചില നന്മകൾ ആ മനുഷ്യരെ തേടി വന്നത്. നിങ്ങളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ കേട്ട കാര്യമാണല്ലോ.
ഇത് വീണ്ടും എന്തിനാ ആവർത്തിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ദൈവാനുഗ്രഹമുള്ളവരെ ഏതൊക്കെ കാര്യങ്ങൾ തേടി വരും? നല്ല മനുഷ്യരോടുള്ള ബന്ധം ഉണ്ടാവും അയാൾക്ക്. ചില ബന്ധങ്ങൾ നമുക്ക് ദോഷമാണ്, ചില ബന്ധങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ്. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കും. അത് നല്ല ബന്ധങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിന് നല്ല ബന്ധങ്ങൾ വേണം. നിങ്ങളുടെ മക്കൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. ചില ബന്ധങ്ങളാണ് അവരെ നശിപ്പിച്ചത്, അവരുടെ ഭാവിയും ഭാഗ്യവും തട്ടിത്തെറിപ്പിച്ചത്. ചില പൊട്ട ബന്ധങ്ങളാണ്. ദൈവാനുഗ്രഹമുള്ളവരെ 3 കാര്യങ്ങൾ അയാളെ തേടി വരും. ഒരു കടങ്കഥ പോലെയുണ്ട്. തേടിയ വള്ളി കാലിൽ തേടി നടന്നത് ഇപ്പോൾ കാലെ ചുറ്റിയിരിക്കുക. തേടി നടന്നത് നമ്മുടെ കയ്യിൽ വരും. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല മനുഷ്യരോടുള്ള നല്ല ബന്ധങ്ങൾ. അത് അന്വേഷിച്ച് പോകണ്ട, അത് നമ്മളെ തേടി വരും. 2, നല്ല സമയങ്ങൾ. ചിലർ പറയും എൻ്റെ ഏറ്റവും മോശ സമയമാണിന്ന്, ഞാൻ തകർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ ആ സമയം ചെന്ന് നിൽക്കുന്നത് നല്ല ഒരു സമയത്തായിരിക്കും. മോശ സമയങ്ങൾ മാറും, നല്ല സമയങ്ങൾ വരും. 3, നല്ലൊരു ജീവിതം അയാളെ തേടി വരും. എല്ലാവരും ആ 3 കാര്യങ്ങൾ പറഞ്ഞേ. നല്ല ബന്ധങ്ങൾ, നല്ല സമയം, നല്ല ജീവിതം. ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു പൈതലിനെ അയാളുടെ ജീവിതത്തിൽ അത് വരും. ഇന്ന് അത്ര നല്ല സൗഭാഗ്യമോ സന്തോഷമോ ഒന്നും ആയിരിക്കത്തില്ല. ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച ദിവസമെന്നറിയപ്പെടും. ഇന്ന് ദൈവം നിങ്ങളെ സ്നേഹിച്ച ദിവസമെന്നറിയപ്പെടും. ദൈവം നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദിവസം, ആ ദിവസം ഇന്നായിരുന്നുവെന്ന് ഈ ദിവസം അറിയപ്പെടാൻ ഇടവരട്ടെ. ഇവിടെ 2 നിയോഗ പ്രാർത്ഥനയുടെ പെട്ടികൾ വച്ചിട്ടുണ്ട്. അത് ഈ അൾത്താരയിൽ തന്നെ ഈ ദൈവവചനം പറയുന്ന ഈ സ്ഥലത്ത് വയ്ക്കാൻ കാരണം, താഴെ ഒരു നിയോഗ പ്രാർത്ഥനയുടെ പെട്ടിയുണ്ട്, ഇവിടെ ഒരു നിയോഗ പാത്രമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ 2 എണ്ണം ഒരു സ്പെഷ്യൽ ഇൻറ്റൻഷനോടെ വച്ചതാണ്, ഒരു പ്രത്യേക കാര്യത്തോടെ വച്ചതാണ്. എന്തിനെന്നറിയാവോ? എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ചില കാര്യങ്ങളാണ്. അതിങ്ങനെയാണ്, നമ്മൾ എന്തിനു വേണ്ടി തുടർന്നും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നോ അതിന്മേൽ ആ അനുഗ്രഹം പതുക്കെ പതുക്കെ അരിച്ചരിച്ചിറങ്ങാൻ തുടങ്ങും. അത് പതുക്കെ അവിടെ വന്ന് പറ്റിപ്പിടിക്കാൻ തുടങ്ങും. കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നെങ്കിലോ ആ വെള്ളത്തിന് പുളിവെള്ളം പോലെ ഇരിക്കും. കുറച്ചൊരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നതെങ്കിലോ അതിന് ഉപ്പിൻ്റെ ഗുണം കിട്ടും. ഇനി വേണ്ട, അതിന് പകരം കുറച്ച് പഞ്ചസാര ഇട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെങ്കിലോ അത് മധുരിക്കാൻ തുടങ്ങും. എന്താണോ അതിൽ വീണത് അതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറി, അതിൻ്റെ രുചി മാറി. ഇതുപോലെ നിങ്ങൾ ഇന്ന് പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, 10ാം ക്ലാസ്സിൽ വലിയ പരീക്ഷയാകുമ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു പാത്രമല്ല ഇത്, ഒരു പെട്ടിയല്ല ഇത്. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി വരാൻ 365 ദിവസവും വചനം പറയുന്ന ഈ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ 1 മിനിറ്റ് എല്ലാ ദിവസവും ഒരനുഗ്രഹം. ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും അവരുടെ പേരുകൾ ഇവിടെയുണ്ട്. അവർ ചിലപ്പോൾ അങ്ങ് കൽക്കട്ടയിലായിരിക്കും, ഡൽഹിയിലായിരിക്കും, മഹാരാഷ്ട്രയായിരിക്കും, കാനഡയായിരിക്കും, എറണാകുളമായിരിക്കും, തൃശ്ശൂരായിരിക്കും, വയനാടായിരിക്കും, കണ്ണൂരായിരിക്കും, കാസർഗോഡായിരിക്കും, കോഴിക്കോടായിരിക്കും, എവിടെയാകട്ടെ അവരുടെ പേരുകൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിലിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഇവിടെ നിന്ന് പറയുന്ന ഓരോ വചനങ്ങളുടെയും അനുഗ്രഹം ഒരു തരിയോളമെങ്കിലും 10 ദിവസം കൂടുമ്പം ഒരു കടുകോളമെങ്കിലും അതിൽ പറ്റിപ്പിടിക്കാതിരിക്കത്തില്ല. അതിന്മേൽ ഒരു അനുഗ്രഹം ഉണ്ടായി വരാതിരിക്കുകയില്ല. അതെൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളിവിടെ എല്ലാ വെള്ളിയാഴ്ചയും വരുമ്പോഴും ആരാധനയുടെ സമയത്ത് ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഇതിനകത്ത് എഴുതിയിടുന്ന പ്രാർത്ഥനകളുടെ മേൽ
365 ദിവസവും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരിക്കും. ആണ്ടിലൊരിക്കൽ നമുക്ക് 50-ൻ്റെയും 100-ൻ്റെയും 150-ൻ്റെയും കണക്കൊക്കെ നമ്മുടെ ബുദ്ധിയിൽ പിടികിട്ടത്തുള്ളൂ. 50, 100, 150, 200, 1500 ഒക്കെ പിടികിട്ടും. ഈ കണക്ക് പിടികിട്ടുമോ നോക്ക്. യേശു 5 അപ്പത്തെ എടുത്ത് 5000 പുരുഷന്മാർക്ക് കൊടുത്തു. മിച്ചം 12 കൊട്ട നിറയെ ശേഖരിച്ചു. അതെനിക്ക് ആ കണക്ക് ഈ തലയിൽ പിടികിട്ടുന്നില്ല. അതെന്ത് കണക്കാണെന്ന്. ആ പിടികിട്ടാത്ത കണക്കാണ് ദൈവത്തിൻ്റെ കണക്ക്. 5 അപ്പം എങ്ങനെയാ 5000 പേർക്ക് കൊടുക്കുന്നത്? 5000 പേർക്ക് കൊടുത്തേച്ചും ആളുകൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് തൃപ്തരായി മിച്ചം 12 കൊട്ടയിലിരിക്കുവാണ്. 12 കൊട്ട നിറച്ച്. ഈ കണക്ക് ഏത് കോളേജിൽ, ഏത് സ്കൂളിൽ ഇങ്ങനത്തെ കണക്ക് പഠിപ്പിക്കും? ഇത് ബൈബിളിൻ്റെ കണക്കാണ്. നമ്മുടെ ഈ കുഞ്ഞ ബുദ്ധിയിൽ ഈ കണക്ക് മാത്രം പിടികിട്ടത്തില്ല. 50, 100, 200, 1,00,000 കണക്കൊക്കെ ഗുണിച്ച് ഹരിച്ച് കൂട്ടി കുറച്ചെല്ലാം നമുക്ക് പിടികിട്ടും, പഠിക്കാൻ പറ്റും. പക്ഷെ ഈ കണക്ക് പിടികിട്ടുന്നില്ല. അത് ദൈവത്തിൻ്റെ കണക്കാണ്. ആ പിടികിട്ടാത്ത കണക്ക് ദൈവത്തിൻ്റെ കണക്കാണ്. അത് നമ്മുടെ ഈ കുഞ്ഞ് തലയ്ക്കകത്തുള്ള ബുദ്ധിക്കകത്ത് അത് മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥന, ബൈബിളിലൊരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കുവാണ്. ജോബിൻ്റെ പുസ്തകം 22:28. ജോബിൻ്റെ പുസ്തകം 22:28 ഒന്ന് വായിച്ചേ. ജോബിൻ്റെ പുസ്തകം 22:28. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ഒന്നും കൂടെ വായിച്ചേ. ഇത് മനസ്സിലായി, എല്ലാവർക്കും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കാ. ജോബിന്റെ പുസ്തകം 22:28 22:28. നീ തീരുമാനിക്കുന്ന കാര്യം. എന്താ തീരുമാനിച്ചത്? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം, എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം, എൻ്റെ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമാകണം, എൻ്റെ രോഗം സൗഖ്യമാകണം, എനിക്ക് ആ കിട്ടാനുള്ള പണം അതൊന്ന് റെഡി ആയില്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അവതാളത്തിലാണ്. ഞാനിപ്പോൾ കിടക്കുന്ന ഒരു കേസിടപാടുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുവാണ്. എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാതൊരു ജീവിതമില്ല. നീ തീരുമാനിക്കുന്ന കാര്യം ദൈവം നിനക്ക് സാധിച്ചു തരും. ആമേൻ. ആ വാക്യം എല്ലാവരും ഉറക്കെയൊന്ന് വായിച്ച്. നീ തീരുമാനിക്കുന്ന കാര്യം, ഞാൻ തീരുമാനിക്കുന്ന കാര്യം ദൈവം എനിക്ക് സാധിച്ചു തരും. ഞാൻ തീരുമാനിക്കുന്ന കാര്യം ദൈവം എനിക്ക് സാധിച്ചു തരും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നാളെ എന്നല്ല, വരും നാളുകളിൽ അത് അനുഗ്രഹമായി തന്നെ മാറും. ഇന്നെന്നെ കാണാൻ വന്ന ഒരാള്, നിർബന്ധം പിടിച്ചൊരാള്, ഈ സമയമില്ലാ സമയത്തൊരാൾ വന്ന് ഇവിടെ ഇരിപ്പുണ്ടാവും, എന്നെ കേൾക്കുന്നുണ്ടാവും. പേര് എനിക്കറിയത്തില്ല, പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഭാര്യയും ഭർത്താവുമാണ് വന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സ്കൂട്ടി ഓടിച്ചാണ് വന്നത്. ഞാൻ ആ സ്കൂട്ടി ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഞാൻ ആ സൈഡിൽ ഒതുക്കിയിട്ടു. എന്നിട്ട് ഞാൻ ഈ കല്ലിട്ട വഴി കൂടെ മുഖം മറച്ചൊരു കള്ളനെ പോലെയാണ് കയറി വന്നത്. കാരണം എൻ്റെ ജീവിത പങ്കാളി പിണങ്ങിപ്പോയി. വലിയ പ്രയാസത്തിൽ ഞാൻ എൻ്റെ ജീവിതം തകർന്നൊരു കള്ളനെ പോലെ മുഖം മറച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഇരുനിറമുള്ള ഒരു മനുഷ്യൻ നേരെ താഴോട്ടിറങ്ങി പോകുന്ന കണ്ടുകൊണ്ട് അയാൾ എന്നെ കാണണ്ട എന്ന് വിചാരിച്ച് ഞാൻ മുഖം തിരിച്ചാണ് കയറി വന്നത്. പക്ഷെ അയാൾ എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് ഇവിടെ കൗൺസിലിംഗ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ട്, എനിക്ക് കൗൺസിലിംഗ് എന്നാന്ന് പോലും അറിയത്തില്ല, ഇന്ന് വരെ ഈ പ്രായം വരെ ഞാൻ പോയിട്ടില്ല, അയാൾ എന്നെ പിടിച്ചുകൊണ്ട് ഒരു കൗൺസിലിങ്ങിൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തി. ഇവിടെ നിന്നാണ് എനിക്ക് ജീവിതം കിട്ടിയത്. ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനും അയാളുടെ ഭാര്യയും കരഞ്ഞു. ഇവിടെ നിന്നാണ് എനിക്ക് ജീവിതം കിട്ടിയത്, ഇവിടെ നിന്നാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. ഒരു കള്ളനെ പോലെ മുഖം മറച്ച് കയറി വന്നവനാണ് ഞാൻ. സങ്കടപ്പെട്ട് എൻ്റെ സ്കൂട്ടി ഞാൻ റോട്ടിലാണ് വച്ചത്. എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്നോ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിട്ട് എന്നെ കൗൺസിലിംഗ് നടത്തിയ ആ ആളെ ഞാനിവിടെ ഒന്നും കണ്ടില്ല. എനിക്ക് മനസ്സിലായില്ല ഇദ്ദേഹം പറഞ്ഞ ആരാണ്.
അങ്ങനെ ഒരു അദ്ദേഹം പറയുന്നത് പോലെ ഒരു കൗൺസിലിംഗ് നടത്തിയ ആളെ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഇല്ല. കൗൺസിലിംഗ് നടത്തിയ ആരും ഇവിടുന്ന് പോയിട്ടുമില്ല. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം അയാൾക്ക് ദൈവദൂതന്, എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ ആ കണക്ക് പിടികിട്ടുന്നില്ല, നമ്മുടെ മനസ്സിൽ അത് പിടികിട്ടുന്നില്ല. അത് ദൈവത്തിൻ്റെ കണക്കാണ്. നിന്നെ രക്ഷിക്കാനുള്ള ഒരു കണക്ക് കൂട്ടൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. നിന്നെ വിടുവിച്ചെടുക്കാൻ, നിനക്കൊരു നല്ല ജീവിതമുണ്ടാകാനുള്ള ഒരു കണക്ക് ദൈവത്തിൻ്റെ ബുദ്ധിയിലുണ്ട്, ദൈവത്തിൻ്റെ ആ പദ്ധതിയിലുണ്ട്. വിശ്വസിച്ചു 50-ൻ്റെയും 100-ൻ്റെയും കണക്കൊക്കെ എനിക്ക് പിടികിട്ടും. 100, 200 ഹരിച്ച് ഗുണിച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് 12 കൊട്ട നിറയെ ശേഖരിച്ചു. അത് 12 കൊട്ട നിറയെ അവിടെ നിരത്തി. ആ കണക്ക് മാത്രം പിടികിട്ടുന്നില്ല. ആ പിടികിട്ടാത്ത കണക്കാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കണക്ക്. മനുഷ്യനോട് പറഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. ആ കണക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എല്ലാവരും വിശ്വസിച്ചൊന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവീകമായൊരു ഭവനത്തിനകത്താ ഞാൻ വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അന്തരീക്ഷത്തിലല്ല ഞാൻ ഇരിക്കുന്നത്. ഒരു ഫിലിം കാണുന്ന തിയേറ്ററിന്റെ അന്തരീക്ഷത്തിലല്ല. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, സ്വർഗീയ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ, ഒരു ദൈവ ഭവനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥന 3 അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു നല്ല ജീവിതം ദൈവം ഇവിടെ വെച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹം ലഭിച്ച ദിവസമെന്ന് ഈ ദിവസം അറിയപ്പെടും. എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ഈ ദിവസം എനിക്ക് അറിയപ്പെടും. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഉയർത്തി ആ ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേൽ അനുഗ്രഹമായി വരണമേ, അനുഗ്രഹമായി വരണമേ, അനുഗ്രഹമായി വരണമേ. ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ നമ്മുടെ ആലയത്തിലെ ചില പ്രത്യേകതകളാണ്. നിയോഗം ഇങ്ങനെ എഴുതി വയ്ക്കും, നമ്മുടെ ചില ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കും. ചിലരതിനെ കളിയാക്കും, ചിലതിനെ വിമർശിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചെങ്കിൽ നിങ്ങൾ പറയണം, ദൈവത്തോട് പറയണം, വിമർശിച്ചവരുടെ മുമ്പിൽ എന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി നിർത്തണേ. എന്നെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരൊക്കെയുണ്ട്, പക്ഷെ അവരുടെ മുമ്പിൽ എനിക്കൊരു അടയാളമായി നിൽക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ എഴുതി പ്രാർത്ഥിച്ച അതേ ഓർഡറിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? നമ്മൾ 1ാമത് എഴുതിയതുണ്ട്, 2ാമത് എഴുതിയതുണ്ട്, 3ാമത് എഴുതിയതുണ്ട്. ദൈവം 3ാമത്തേത് 1ാമതും 2ാമത്തേത് 3ാമതും 1ാമത്തേത് 3ാമതും നമ്മൾ എഴുതിയ ഓർഡറിൽ തന്നെ ദൈവം നമ്മളെ സഹായിക്കാൻ തുടങ്ങും. ആ ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഓർഡർ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ സനൂപ് വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമേ. ഏറ്റവും പുറകിലുള്ളവർ നമ്മൾ എഴുതിയ ഓർഡറിൽ തന്നെ വരുന്ന ഒരു അനുഗ്രഹം കണ്ടോണം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ്, യേശുക്രിസ്തു മരിച്ച് ഉയർത്തതിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വായിച്ചേ, 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ മാത്രം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തോമാസ് ലീഗ തിരിച്ച് ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, 25-ാമത്തെ വാക്യം, അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകതയാണ്, മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു തോമസ് ലീഹായെ കാണുന്നില്ല. നമ്മളാണെങ്കിൽ പറയില്ലേ, അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി, എന്നെ മാത്രം എന്തുകൊണ്ടോ ഒഴിവാക്കി, ഞാനും കൂടി ഉള്ളപ്പോൾ വരായിരുന്നു, ഒട്ടും ശരിയായില്ല. നമ്മളാണെങ്കിൽ പിണങ്ങിപ്പോവും. നമ്മളാണെങ്കിൽ മുഖമൊക്കെ കളറൊക്കെ മാറും.
നമ്മൾ ഡൗൺ ആവും, ഡെസ്പാവും, നമുക്ക് മൂഡ് ഔട്ടാവും. എന്നെ മാത്രം ഒഴിവാക്കി, എന്നെ മാത്രം ഒറ്റപ്പെടുത്തി. ഇങ്ങനെയൊരു മുഖം വീർപ്പിച്ച് മൂലയ്ക്ക് ഇരുന്ന് കരയുന്നൊരു തോമാസ് ശ്ലീഹായെ കാണുന്നില്ല. അടുത്ത ഭാഗം എഴുതിയിരിക്കുവാണ്. അദ്ദേഹം എൻ്റെ ഭാഷയിൽ ഞാൻ പറയുക, ഒരു നിയോഗം വെക്കുവാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ തോമാസ് ശ്ലീഹ പറഞ്ഞു, അവന്റെ ഓർഡർ ശ്രദ്ധിച്ചു, ഓർഡർ. തോമാസ് ശ്ലീഹ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും, എനിക്ക് കാണണം. ആ കൈകളിൽ ആണി തറച്ച പാടുകൾ എനിക്ക് കാണണം. 1. 2, അവയിൽ എൻ്റെ വിരൽ ഇടുകയും, അവയിൽ എനിക്കിങ്ങനെ കണ്ടാൽ പോരെ, എൻ്റെ വിരൽ കൊണ്ട് എനിക്ക് അവിടെ തൊടണം. 2, 3, അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയും. 3 കാര്യം പറഞ്ഞു. 3 കാര്യം പറഞ്ഞു. എനിക്ക് ഈ 3 കാര്യം സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. 3 കാര്യം: എനിക്ക് ആ മുറിവിൽ തൊടണം, പാർശ്വത്തിൽ വയ്ക്കണം, പിന്നെയോ ആണികളുടെ പഴുതുകൾ കാണണം. 3 കാര്യം പറഞ്ഞു. 8ാമത്തെ വാക്യം നോക്കിയേ. അതേ ഓർഡറിൽ ആ വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു കൊടുത്തു. അതേ ഓർഡർ തെറ്റിച്ചില്ല, ആ ഓർഡർ പോലും തെറ്റിയില്ല. 8ാമത്തെ വാക്യം, 26ാമത്തെ വാക്യം. 8 ദിവസങ്ങൾക്ക് ശേഷം, 8 ദിവസം കഴിഞ്ഞപ്പോ 8 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ മറുപടി അവിടെ വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത് നോക്ക്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 27ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. 27. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. ഇതെങ്ങനെയാ യേശു കേട്ടത്? യേശു അവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, ഓർഡറിട്ട് എഴുതിയ ആഗ്രഹങ്ങളെ നമ്മൾ കാണുന്നില്ലേലും കേൾക്കുന്നില്ലേലും നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള തെളിവാണ് ഈ 27ാമത്തെ വാക്യം. തോമാസ് ശ്ലീഹായോട് പറഞ്ഞു, വേറെ ആരോടും പറഞ്ഞില്ല. പറഞ്ഞു, എന്നാ പറഞ്ഞു? നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. നിന്റെ വിരൽ ആദ്യം എനിക്ക് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുപോവാ. എന്നിട്ടോ എൻ്റെ കൈകൾ കാണുക. കണ്ടോ, എൻ്റെ കൈ കാണുക. അതേ ഓർഡറിൽ. എന്നാ പറഞ്ഞില്ലല്ലോ, ആദ്യം പാർശ്വത്തിൽ കൈവയ്ക്കുക, 2ാമതല്ല. തോമാസ് ശ്ലീഹ പറഞ്ഞു വെച്ച അതേ ഓർഡറിൽ അതിന്റെ മറുപടി വരുക. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈ നീ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ നീ വയ്ക്കുക. അതേ ഓർഡറിൽ ആ മനുഷ്യന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. വേറെ ആർക്കും ആ ഭാഗ്യം ഉണ്ടായില്ല. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ഒരു ഓർഡർ ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം. ചിലപ്പോൾ 1ാമത് എഴുതിയിട്ടിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ അതായിരിക്കും 1ാമത് എഴുതി വച്ചിരിക്കുന്നത്. 2ാമത് എഴുതി വച്ചിരിക്കുന്ന വേറൊരു കാര്യം. അതേ ഓർഡറിൽ ദൈവം ഇടപെടുന്ന ഒരു സമയം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർഡറിലൊന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞാൽ അക്കമിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ചുമ്മാതെ കാളമ്പോളം എന്തൊക്കെയോ പ്രാർത്ഥിക്കുമോ അല്ല, അക്കമിട്ട് 1, 2, 3. എനിക്കിങ്ങനെ ചില കാര്യങ്ങളുണ്ട്. തോമാസ് ശ്ലീഹ പറഞ്ഞു, എനിക്കിങ്ങനെ 3 കാര്യങ്ങൾ കാണണം, എനിക്ക് അങ്ങനെ ചെയ്യണം. ആ ആഗ്രഹത്തെ 27ാമത്തെ വാക്യത്തിൽ ദൈവം അതേ ഓർഡറിൽ സാധിച്ചു കൊടുത്തെങ്കിൽ ഇന്നും ജീവിക്കുന്ന അതേ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ദൈവം ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ദൈവം എൻ്റെ കുടുംബത്തോട് പ്രവർത്തിക്കും. അതുപോലെ ദൈവം എൻ്റെ പ്രാർത്ഥനാ വിഷയത്തോട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ദൈവം എൻ്റെ നിയോഗത്തിൽ ഇടപെടും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ നിയോഗങ്ങളെ അക്കമിട്ട് മനസ്സിലൊന്നോർത്തേ. എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ആ ഇൻ്റർവ്യൂ പാസ്സായിരുന്നെങ്കിൽ, എനിക്ക് നല്ല മാർക്കോടെ ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വീടൊന്ന് അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ കുടുംബജീവിതം ഇന്നലത്തേതിനേക്കാൾ ഒരു പടി കൂടെ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടു വന്നിരുന്നെങ്കിൽ, ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്നലത്തേതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടതിനെ വചനത്തിലൂടെ കിട്ടിയ അനുഗ്രഹത്തെക്കാൾ ഒരു പടി കൂടെ ഇവിടെ വച്ച് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. തോമാസ് ശ്ലീഹ ഒരു ഓർഡർ വെച്ചു.
ഇത് 1, 2, 3 അതേ ഓർഡറിൽ സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം അതേ ഓർഡറിൽ 27ാമത്തെ വാക്യത്തിൽ സാധിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഓർഡർ അനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഈ ഓർഡർ അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വഴിക്ക് പോകല്. പ്രാർത്ഥന ഒരു സൈഡിൽ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ ചിന്തിക്കരുത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊക്കെ വെറും എന്തൊക്കെയോ തട്ടിപ്പാണ്, ഇതൊക്കെ വെറുതെ ഒരു ആശ്വാസം മാത്രമാണ്. ഒരു സൈഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരനുഗ്രഹവും വെളിപ്പെടുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശ്വാസത്തോടെയാണ് മനസ്സ് കടന്നു പോകുന്നതെങ്കിൽ നീ ഇന്ന് ഇവിടെ വച്ച് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചുകൊള്ളുക. ഈ പ്രശ്നങ്ങൾ മാറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മാറാനാന്ന് അപ്പുറത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല അത്ഭുതങ്ങളെ വെളിപ്പെടുന്നത്. അനുഗ്രഹം ഞാൻ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ എൻ്റെ മനസ്സും വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ അധരങ്ങളെയും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ, മനസ്സുകൊണ്ട് ഒരുക്കിക്കേ. തോമാസ് ശ്ലീഹായുടെ ആഗ്രഹത്തെ അക്കമിട്ട് നിരത്തി എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ സാധിപ്പിച്ചു കൊടുത്ത ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ, ഞാൻ മനസ്സിൽ കണ്ട ഓർഡറിൽ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ ദൈവം എനിക്കൊരു നല്ല വീട് വേണമെന്നുള്ളത്, എനിക്കൊരു നല്ല ഒരു കുടുംബ ജീവിതം വേണം, എനിക്കൊരു നല്ല ശുശ്രൂഷ വേണം. ഞാൻ എഴുതിയിട്ട ഓർഡറിൽ തന്നെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തുക. ഈ ഉയർത്തിയ കരങ്ങൾ, കണ്ണുകളെ അടച്ച് നിങ്ങൾ എഴുതിയിട്ട ഓർഡർ ദൈവം അത് കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ കൈ നീട്ടി തുടങ്ങിയിരിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന്റെ കരം സ്വർഗത്തിൽ നിന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്ന് ചില ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്ഷണനൂൽ പോലെ ചില ബന്ധനങ്ങളെ അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ! സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ, ദൈവത്തിന്റെ സഹായം ലഭിക്കട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. In Jesus name. ഹല്ലേലൂയ! വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. പറഞ്ഞേ, വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. ചെറുപടമോ, നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. ആ ഓർഡർ നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, തോമാസ് ശ്ലീഹ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് ദൈവം ഇടപെട്ടതും. നമ്മളും പ്രാർത്ഥിക്കുന്ന ഓർഡറിൽ തന്നെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശരിട്ടിക്കിടും, ഒരു ശരിച്ചിന് നമുക്ക് കിട്ടും. ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടൊക്കെയല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. ഒരനുഗ്രഹവും ലഭിക്കാത്ത സ്ഥലമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമായിരുന്നോ? ദൈവാനുഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച ഉത്തരമാണ് നിങ്ങളിവിടെ ഇരിക്കാൻ കാരണം. ആമേൻ. ദൈവവചനം കേൾക്കുമ്പോൾ ഒരാളിൽ വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ. നമ്മൾ ചിന്തിക്കില്ലേ, ഇതിപ്പോൾ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യമാണ്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയോ, എനിക്കെന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? മറിയത്തോട് സ്വർഗം പറഞ്ഞത് എന്നാണെന്നറിയോ? ദൈവകൃപ നിറഞ്ഞവളെ എന്നാ പറഞ്ഞേ. ഈ ദൈവകൃപ നിറഞ്ഞവളെയാ ഭർത്താവാകാൻ പോകുന്ന ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഭർത്താവ് രഹസ്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുക, ഭർത്താവായ ജോസഫ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവളെ എങ്ങനെയാ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക? ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ സ്വർഗം അന്ന് ഇടപെട്ടു.
എന്നിട്ട് പറഞ്ഞു, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കരുത്. ദൈവകൃപയുള്ളവനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവകൃപയുള്ളവന് വേണ്ടി ദൈവം ഉടനെ ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് ദൈവകൃപയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവകൃപയുള്ള മറിയത്തെ ഭർത്താവായി ജോസഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, അവളെ നീ ഉപേക്ഷിക്കാൻ പാടില്ല. ദൈവം സ്വർഗം ദൈവകൃപയുള്ളവർക്ക് വേണ്ടി സ്വർഗം ഇടപെടും കൃത്യസമയത്ത്. ദൈവകൃപയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ആരിടപെട്ടില്ലേലും ദൈവം ഇടപെടാൻ തുടങ്ങും. ദൈവവചനം ഒരാൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ആദ്യം നടക്കുന്ന അത്ഭുതം എന്നാണെന്നറിയാമോ? അയാളിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. ആദ്യം നടക്കുന്ന പ്രവൃത്തി, അയാളിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. അയാളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. അയാളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തിലൂടെ ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം പറയാനും നിങ്ങളെ ബോധ്യപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ, അനുഗ്രഹമുള്ള ഒരപ്പനും അനുഗ്രഹമുള്ള ഒരമ്മയ്ക്കും ദൈവസന്നിധിയിൽ ഭയങ്കര വിലയുണ്ട്. അനുഗ്രഹമുള്ള ഒരപ്പൻ, അനുഗ്രഹമുള്ള അമ്മ, അതൊക്കെ ഭയങ്കര ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ്. ഞാനത് നിങ്ങളെ ബോധ്യപ്പെടുത്താം. അനുഗ്രഹമുള്ള ഒരപ്പനെ ആദ്യം പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. 2-ാമത്തെ വാക്യം, ഒരു അപ്പനെ ദൈവം അനുഗ്രഹിച്ചു. അതിനു മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ച്, ഈ വായിക്കുന്നതിന് മുമ്പ്, ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. ആ വാക്ക് മറക്കരുത്. പോകുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും മറക്കരുത്. ഇതൊരു വചനമാണ് പറഞ്ഞത്. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അതൊരു അനുഗ്രഹമായി തന്നെ നിലകൊള്ളും. അതിൽ നിന്ന് എനിക്ക് സമാധാനവും സന്തോഷം കിട്ടത്തുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് തന്നതൊരിക്കലും നിനക്ക് കണ്ണുനീരിന് കാരണമാകത്തില്ല. വിശ്വസിക്കുന്നോ ഇത്? ദൈവം അനുഗ്രഹിച്ച് തരുന്നത് ചിലപ്പോൾ ലഭിക്കുന്നത് അല്പം വൈകിയായിരിക്കും, ചില കാലതാമസത്തിനപ്പുറമായിരിക്കും അനുഗ്രഹിച്ച് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ വരുന്നത്. അനുഗ്രഹിച്ച് കിട്ടുന്നതൊക്കെയും എന്നേക്കും ഒരു അനുഗ്രഹമായി നിലനിൽക്കും. ഒരു ദിവസം വൈകിയാലും അനുഗ്രഹിച്ചുള്ള ഒരനുഗ്രഹം ദൈവം തരുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ. ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല, അവർക്ക് ശരിയായി, അപ്പുറത്തുള്ളവർക്ക് ശരിയായി, എൻ്റെ മാത്രം അനുഗ്രഹമായില്ല. ഒരു ദിവസം വൈകിയാലും ദൈവം അനുഗ്രഹിച്ച് നിനക്ക് തരും. അത് വീടായാലും മക്കളായാലും ജോലിയായാലും ശുശ്രൂഷയായാലും ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും ഒരു അനുഗ്രഹമായി. അതൊരു അനുഗ്രഹമായി തന്നെ നിനക്കത് നിലകൊള്ളും. വിശ്വസിക്കുന്ന കർത്താവ്. ദൈവം ചിലർ പറയില്ല, എൻ്റെ വിവാഹം നടന്നിട്ടില്ല. ചിലപ്പോൾ അതേ പ്രായമുള്ള പലരുടെയും വിവാഹം നടന്നു, പക്ഷെ എൻ്റെ വിവാഹം മാത്രം നടന്നില്ല എന്ന് പറയുന്ന ചിലരോട് പറഞ്ഞിട്ടുണ്ട്, അല്പം വൈകിയാലും നിനക്ക് അനുഗ്രഹമുള്ളൊരു വിവാഹം നടക്കും. ആ വിവാഹം എന്നേക്കും നിനക്കൊരനുഗ്രഹമായിരിക്കും. അതിനെ ഓർത്ത് നിനക്കൊരിക്കലും നിലവിളിക്കേണ്ടി വരത്തില്ല, ഉച്ചത്തിൽ കരയേണ്ടി വരത്തില്ല. അല്പം വൈകിയാലും ദൈവം അനുഗ്രഹിച്ചു തരുന്നത് പറഞ്ഞ് എന്നേക്കും, അത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അത് ബിസിനസ് ആയാലും എന്ത് കാര്യമോ, ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ശുശ്രൂഷയാണ് ഇതെങ്കിൽ അതെന്നേക്കും അനുഗ്രഹമായി. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കും. ദൈവം അനുഗ്രഹിച്ചു തരുന്നത് എന്നേക്കും. അത് ഭാര്യയായാലും ഭർത്താവായാലും, ഈ ഭർത്താവിനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ചു നൽകിയതാ, ഈ ഭാര്യനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതാ, ഈ മക്കളെ ദൈവം അനുഗ്രഹിച്ചാണ് നൽകിയത്, ഈ ശുശ്രൂഷ എനിക്ക് ദൈവം അനുഗ്രഹിച്ച്, ഈ ബന്ധം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയതാ. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അതൊരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് കേൾക്കുവാണ്, വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. അവിടെ ഒരു വാക്കുണ്ട്, അങ്ങനെ. അങ്ങനെ നീ അങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കണം.
അങ്ങനെയെന്ന് പറയുമ്പോൾ എന്തോ ഒരു കാരണമുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ എന്തോ ഒരു കാരണം. ആ കാരണമാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറാൻ തുടങ്ങും. ദൈവം നിന്റെ വീടിനെ അനുഗ്രഹിക്കുമ്പോൾ ആ വീട് എന്നേക്കും ഒരു അനുഗ്രഹമായി മാറാൻ തുടങ്ങും. നിന്റെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്താ? ഈ കേൾക്കുന്ന വചനത്തിലൂടെ അവർക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? അബ്രാഹത്തെക്കുറിച്ച്. ഈ അബ്രാഹത്തെക്കുറിച്ച് ദൈവം പറയുന്ന അടുത്ത വാക്കാണ്. ഈ അബ്രാഹം ആരാന്നറിയാമോ? ദൈവത്തോട് പ്രാർത്ഥനയുള്ളവനായിരുന്നു. എഴുതിയിട്ടുണ്ട് 12-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, അവിടെ ഒരു ബലിപീഠം പണിത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചവനാണ് അബ്രഹാം. ആരാണ് അബ്രഹാം? ദൈവത്തോട് ബന്ധമുള്ളവൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ബലിപീഠം പണിത് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചവൻ, ദൈവത്തോട് മിണ്ടിയവൻ, ദൈവം സംസാരിച്ചവൻ അബ്രഹാം. ശ്രദ്ധിച്ചു കേട്ടെ, ഈ അബ്രാഹത്തിനൊരു മകനുണ്ട്. മകൻ്റെ പേര് ഇസഹാക്ക്. ഈ ഇസഹാക്ക് ഒരിക്കലും ഒരു പൊട്ട തീരുമാനം എടുത്തു. ഇസഹാക്ക് ഒരു തീരുമാനമെടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ദൈവം കൃത്യസമയത്ത് ഇടപെട്ടു. അപ്പൻ ദൈവാനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് മകൻ ഒരു തെറ്റായ തീരുമാനമെടുത്ത് തകരാൻ പോലും ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കിത് പിടികിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കിത് മനസ്സിലാകുന്നോ എന്ന് എനിക്കറിയില്ല. മകനായ ഇസ്ഹാക്ക് എടുത്ത തീരുമാനമനുസരിച്ചാ പോയായിരുന്നെങ്കിൽ എവിടെയും എത്തില്ലായിരുന്നു, തകർന്ന് തരിപ്പണമാകുമായിരുന്നു, പൊട്ടിപ്പാളിഷാവുമായിരുന്നു. കൃത്യസമയത്ത് ദൈവം ഇടപെട്ടു. എന്നിട്ട് ബൈബിൾ പറയുവാണ്, നിന്റെ പിതാവായ അബ്രാഹത്തെ പ്രതി നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവഭക്തിയുള്ള ഒരപ്പനെ ഓർത്ത് ആ മകനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണിത്. ആ വാക്യം വായിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ വാക്യം. അബ്രാഹത്തിൻ്റെ മകനായ ഇസ്ഹാക്ക് ഒരു പൊട്ട തീരുമാനം എടുക്കാൻ പോവാണ്. തീരുമാനം എടുത്ത് പുള്ളി പോവുക, സ്ഥലം വിറ്റ് പോവുകയാണ്. വിറ്റ് നാടും വീടും ഒക്കെ വിറ്റ് പോകാൻ തീരുമാനിക്കുമ്പോൾ കൃത്യസമയത്ത് ഇടപെട്ടു. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ദൈവം ആ കൃത്യസമയത്ത് അവിടെ ദൈവം ഇടപെടും. വിശ്വസിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാളുകളിൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുക, ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട്, കാറ്റില്ല, ആവിയുണ്ട്, പരവേശമുണ്ട്, ഇതിനകത്ത് എങ്ങനെ തിങ്ങിയിരിക്കാൻ പറ്റും? കസേരയില്ല. ഇന്നത്തെ ആരാധനയും ഇന്ന് കേൾക്കുന്ന വചനവും എൻ്റെ നാളത്തെ സമ്പത്താണ്. എൻ്റെ നാളുകളിലെ എൻ്റെ അനുഗ്രഹത്തിനാണ് ഞാൻ വിത്തിട്ടിരിക്കുന്നത്. എടുത്തു വായിക്കാം. 26-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക് പോയി. 2-ാമത്തെ വാക്യം. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. അപ്പൊ നോക്കൂ, ഇസഹാക്ക് തീരുമാനിക്കുക ഈജിപ്തിലേക്ക് പോയാൽ രക്ഷപ്പെടാം. ഒരു പൊട്ട തീരുമാനം എടുക്കുവാണ്, കൊള്ളാത്തൊരു തീരുമാനം എടുക്കുവാണ്. അന്ന് തന്നെ ദൈവം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് പറയുക, ഈജിപ്തിലേക്ക് നീ പോകരുത്, ആ തീരുമാനത്തിൽ നീ പിന്മാറണം. അപ്പൻ ദൈവാനുഗ്രഹത്തിൽ നിന്നോണ്ട് ഗുണം കിട്ടിയത് ആർക്കാന്നറിയാവോ? മകൻ്റെ ജീവിതത്തിലാണ്. നിങ്ങളുടെ മക്കൾ തെറ്റായ തീരുമാനം എടുക്കുന്നത് മാതാപിതാക്കൾ പലരും അറിയത്ത് പോലുമില്ല. അവരുടെ മനസ്സ് കടന്നു പോകുന്നത്, അവർ തീരുമാനം നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. അത് കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് അതൊരു പ്രശ്നമാകുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നത് പോലും. എന്നാൽ നിങ്ങൾ സത്യസന്ധമായി ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ അവർ പ്രായത്തിൻ്റെ അവിവേകക്കുറവ് കൊണ്ടോ വിവേകക്കുറവ് കൊണ്ടോ തെറ്റായ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളെ പ്രതി ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കാൻ തുടങ്ങും. കൃത്യസമയത്ത് ദൈവം ഇടപെട്ടു. എൻ്റെ ഒരു വിശ്വാസം, ഈ 2 ബോക്സ് ഇവിടെ വച്ചിരിക്കുമല്ലേ, 2 ബോക്സിനകത്ത് കുറേ എഴുതി വെച്ചിട്ട് എന്നാ കാര്യമാണ്? 2 ബോക്സിനകത്ത് നമുക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലായിരുന്നു. നമുക്ക് വേണ്ടിയൊന്നും ഇങ്ങനെ ആരും പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെ പുതിയ ഒരു ബോധ്യമാണ്.
നമ്മൾ ദൈവസന്നിധിയിൽ എടുത്തു വച്ചും പറഞ്ഞും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹത്തിന് കാരണമാകും, കണ്ണുനീരിന് കാരണമാകില്ലെന്ന് ഉറപ്പാണ്. ഈ എഴുതിയിട്ട ഓരോ വ്യക്തികളും അല്ലെ എഴുതിയിടാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ, അവർ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോവില്ല. അവർ തെറ്റായൊരു ബന്ധത്തിൽ പോയി വീഴത്തില്ല. കാരണം അങ്ങനെ എവിടെയേലും ഒരു പ്രതിസന്ധി വന്നാൽ ദൈവം കൃത്യമായി നമ്മൾ പോലും അറിയുന്നതിന് മുമ്പ് ദൈവം അവരിൽ ഇടപെടാൻ തുടങ്ങും. എഴുതിയിരിക്കുന്ന വാക്യം നോക്ക്. അബ്രാഹാം പറഞ്ഞില്ലല്ലോ, മോനെ നീ, അബ്രാഹാം ഇവനെ ഉപദേശിക്കാനൊന്നും പോയില്ല. മോനെ നീ എന്നാ കണ്ടോണ്ടാ പോകുന്നത്? നീ അങ്ങോട്ട് തെന്നിത്തെറിച്ച് എങ്ങോട്ട് പോവുക? നിനക്കൊന്ന് ആലോചിച്ച് വേണ്ട, നീ ഈജിപ്തിലേക്കാന്ന് പറഞ്ഞ് ബാഗും കുടയും എടുത്ത് പോവുകയാണോ? അബ്രാഹാം അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഇസഹാക്ക് ആ തീരുമാനമെടുത്തപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ടു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഓർക്ക്, നാളെ മാതാപിതാക്കൾ ആകുന്നവർ ഓർക്ക്, നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഗുണം, അടുത്ത തലമുറയിൽ ദൈവം കൃത്യമായി ഇടപെടാൻ തുടങ്ങും. അടുത്ത തലമുറയിൽ ദൈവം കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെടാൻ തുടങ്ങും. അവരിൽ ദൈവകൃപ ഉണ്ടാകാൻ തുടങ്ങും. ഇനി ചിന്തിക്കുക, ഭയങ്കര അനുഗ്രഹമുള്ളൊരു വാക്കുണ്ട്. ഇസഹാക്ക് അങ്ങ് തീരുമാനമെടുത്ത് ആ പോക്കങ്ങ് പോയാലുണ്ടായിരുന്നല്ലോ, പോയാൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായി പോയാൽ എവിടെ എത്തത്തില്ലായിരുന്നു. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുക 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും, അവിടെ ഇന്നാളെ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞു, അവിടെ ആന്നൊരു വാക്കുണ്ട്. ഇസഹാക്ക് ആ നാട്ടിൽ ആന്നൊരു വാക്കുണ്ട്. ആ നാടെന്ന് പറഞ്ഞ ഏത് നാടാണ്? ദൈവം പറഞ്ഞ ആ നാട്ടിൽ, ദൈവം ഇടപെട്ട ആ സ്ഥലത്ത് ഈ മനുഷ്യൻ കൃഷി ഇറക്കി. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുത്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യം. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേ. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത്. അവൻ അഭിവൃദ്ധിപ്പെട്ടു എന്നല്ല, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. അവന്റെ ജീവിതം പുറകോട്ട് പോയി തകർന്നു എന്നല്ല, അവൻ ഓരോ സ്റ്റെപ്പ് വെച്ച് വളരാനും ഉയരാനും തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ മക്കളിൽ ദൈവം ഇടപെടുമ്പോൾ, നിങ്ങളുടെ മക്കൾ മറ്റൊരു സ്ഥലത്ത്, അവർ പഠനത്തിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും ഏതു നിലയിലാൽ അവർ അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങും. അവർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ അവരുടെ പഠനത്തിലും ജോലിയിലും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. എഴുതിയിരിക്കുന്ന വാക്കൊന്നും കൂടെ വായിച്ചേ. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ അന്ന് നടന്ന പോലെ ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നോ? അന്ന് നടന്ന അതേപോലെ ഇന്നും പ്രാർത്ഥിച്ചാൽ നടക്കും. അബ്രാഹാം ആരായിരുന്നു? അബ്രാഹാം എങ്ങനെയോ ജീവിച്ച ആളല്ല. അബ്രാഹാം എല്ലാത്തിനും വിമർശിച്ച് ദൈവമില്ലെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് റോട്ടിൽ കൂടെ നടന്ന ആളല്ല. ദൈവത്തോട് സംസാരിച്ചവനാണ്, ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചവനാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചവനാണ്. ദൈവത്തിന്റെ ദൂതന്മാർ വീട്ടിൽ വന്നപ്പോൾ ഈ അബ്രാഹാം കമിഴ്ന്ന് വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിലത്ത് മണ്ണിൽ കമിഴ്ന്ന് കിടന്ന് അവരെ സ്വാഗതം ചെയ്ത് വീട്ടിൽ താമസിച്ചു എന്നാണ്. അങ്ങനെ ദൈവത്തോട് ബന്ധമുള്ള അബ്രാഹത്തിന്റെ മകനാണ് ഈ വിധത്തിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നത്. ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാര്, ഇവിടെ ഇരിക്കുന്ന അപ്പച്ച പിതാക്കന്മാർ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഏത് സഭയിൽ, ഏത് പള്ളിയിൽ, ഏത് റീത്തിൽ, എവിടെയും ആകട്ടെ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനമല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കൃത്യമായി ദൈവം ഇടപെടാൻ തുടങ്ങും. നിങ്ങൾ അവർ കോളേജിൽ പോകും, സ്കൂളിൽ പോകുന്നു, അവിടെ പഠിക്കുന്നു, ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നു, ഉഴപ്പി പോകുമോ, ലഹരിക്ക് അടിമപ്പെട്ടു പോകുമോ, മയക്കുമരുന്നിലൊക്കെ വീണു പോകുമോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടാൻ തുടങ്ങും. ദൈവം അവരെ കൈപിടിച്ച് നടത്തുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. ഇവിടെ ഇസഹാക്ക് ഒരു തീരുമാനമെടുത്തത് അബ്രാഹാം പോലും അറിഞ്ഞിട്ടില്ല. അബ്രാഹത്തോടല്ല ഇസഹാക്ക് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വിറ്റ് ഈജിപ്തിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാ അഭിപ്രായം നല്ല ചോദിച്ചത്. മനസ്സ് ചിന്തിച്ചപ്പോഴേ കൃത്യമായി ഇടപെട്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം കൃത്യമായി ഇടപെടാൻ തുടങ്ങും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല, പക്ഷെ അവർ കോളേജിലോ ഹോസ്റ്റലിലോ മറ്റ് രാജ്യങ്ങളിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ UK-ലോ അമേരിക്കയിലോ എവിടെയൊക്കെയോ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നു? നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായൊരു തീരുമാനമെടുത്ത് തകർന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. പകരമോ കൃത്യമായി അവരിൽ ഇടപെടാൻ തുടങ്ങും. കൃത്യമായി അവരിൽ ഇടപെടും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ
പറഞ്ഞു കേട്ടപ്പോൾ ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബോധ്യമൊന്നും പണ്ടില്ലായിരുന്നു, സാരയിൽ ഇന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുക, ഈ അബ്രാഹത്തിൻ്റെ മകനായ ഇസ്ഹാക്ക് അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. ആ വാക്കൊന്ന് പറഞ്ഞേ, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കീഴ്പോട്ട് പോയി എന്നല്ല, പിന്നെയോ അവൻ ഓരോ ദിവസവും അവൻ്റെ ലൈഫ് അനുഗ്രഹമായി മാറിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. സമ്പന്നനായി എന്ന് എഴുതിയാൽ മതി, അഡ്ജക്റ്റീവ് ചേർത്തിട്ടുണ്ട് ഇപ്പുറത്ത്, വലിയാന്ന്. ക്രമേണ ഒരു ദൈവഭക്തൻ ദരിദ്രനാവൂന്ന് ആരാ പറഞ്ഞത്? ദൈവത്തോട് ബന്ധമുള്ളവൻ ഇങ്ങനെ നടക്കത്തേ ഉള്ളെന്ന് ആരാ പറഞ്ഞത്? ദൈവത്തോട് ബന്ധമുള്ളവന്റെ തലമുറ വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. ബൈബിളിൽ ആ വാക്കുണ്ട്, ക്രമേണ. ഒറ്റയടിക്ക് സമ്പന്നനാകുന്നും വേണ്ട, ദൈവം അനുഗ്രഹിച്ച സമ്പത്ത് കൊണ്ട് സമ്പന്നനായാൽ മതി. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ പണവും വേണ്ട, എല്ലാ പണവും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകത്തില്ല. ദൈവം തരുന്ന സമ്പത്ത് കൊണ്ട് വളർന്നാൽ മതി. ദൈവം തരുന്ന സമ്പത്ത് മതി, ദൈവം തരുന്ന ഐശ്വര്യം മതി, ദൈവം തരുന്ന ജീവിതം മതി, ദൈവം തരുന്ന വാഹനം മതി, ദൈവം തരുന്ന ബന്ധം മതി, ദൈവം തരുന്ന കൂട്ടായ്മ മതി. ദൈവം തരുന്നത് അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ക്രമേണ അവൻ വലിയ സമ്പന്നനായി മാറി. ആരാണ് സമ്പന്നനായി മാറിയത്? ഇസഹാക്ക്. എന്താ പ്രത്യേകത? ബൈബിൾ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ഒന്നും കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടും. ഒന്ന് വായിച്ച്, അത് 27 വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 27 വാക്യം, 23 വാക്യം. അവിടെ നിന്ന് അവൻ ബേർഷാബയിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഇങ്ങനെ പറഞ്ഞത്, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, എന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ, അബ്രാഹത്തിന്റെ മകനായ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. അപ്പൻ ദൈവഭക്തനായോണ്ട് അതിന്റെ ഗുണം മകൻ അനുഗ്രഹിക്കപ്പെട്ട് വളർന്നു വന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും, ഓരോ അപ്പച്ചന്മാർക്കും, പിതാക്കന്മാർക്കും ഇത് പാഠമാണ്. ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനാണ് ആരാധിക്കുന്നത്? ഞാൻ എന്തിനു വചനം കേൾക്കണം? അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണണമോ? ഈ ഒരു പ്രാർത്ഥന നിനക്ക് ആവശ്യമാണ്. അടുത്ത തലമുറ ഇന്ന് നോക്ക്, തെറ്റായ തീരുമാനമെടുത്ത് തകർന്ന ഒരുപാട് പേരുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത്, അത് വേണ്ടായിരുന്നു, ആ തീരുമാനം എടുക്കണ്ടായിരുന്നു. തെറ്റായ തീരുമാനമെടുത്ത് തകർന്നവരുണ്ട് ജീവിതത്തിൽ. നിങ്ങൾക്കുള്ളിലറിയാം ആ തീരുമാനം തെറ്റായിരുന്നു, അത് വേണ്ടായിരുന്നു, ഞാൻ അതിനുവേണ്ടി ഇത്രയും വാശി പിടിക്കണ്ടായിരുന്നു. തെറ്റായ തീരുമാനമെടുത്ത് തകരാതിരിക്കാൻ കൃത്യസമയത്ത് ദൈവം ഇടപെടണം. മനുഷ്യരിടപെട്ടാൽ നമുക്ക് അവരോട് പിണക്കവും ദേഷ്യവും വേഷ്യവും ഒക്കെ ആയിരിക്കും. നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കും. കൃത്യസമയത്ത് ഒരു കാര്യം പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കൾ ഒരു തെറ്റായ തീരുമാനത്തിലും തകർന്നു പോകത്തില്ല. നിങ്ങളുടെ കൊച്ചുമക്കൾ തകർന്നു പോകത്തില്ല. ഇസഹാക്ക് എടുത്ത തീരുമാനമായ ഒരൊറ്റ പോക്ക് പോയായിരുന്നെങ്കിൽ ആ മനുഷ്യൻ അഭിവൃദ്ധിപ്പെടുകയില്ല, ദൈവം അനുഗ്രഹിച്ച് വലിയ സമ്പന്നനാവുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അനുസരിച്ച് മുന്നോട്ട് പോയതാ അവൻ്റെ ലൈഫ് മാറാൻ കാരണം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കഴിഞ്ഞില്ല, വചനം പ്രസംഗിച്ചു കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇത്രയും കാര്യങ്ങൾ മറന്നു പോകാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയ പലകയിലൊന്ന് സൂക്ഷിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ട് എല്ലാ പിതാക്കന്മാരും, അമ്മമാരും, അപ്പച്ചന്മാർ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടെ. നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ സമ്പത്താണ് കേട്ടോ. നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കാനുള്ളത് സമ്പത്താണ്. അല്ലെങ്കിൽ നിങ്ങൾ സങ്കടത്തോടെ വേദനയോടെ കയറി വരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള കുറച്ചു പേർ കരമുയർത്താനുള്ളത് നിങ്ങളുടെ സമ്പത്താണ്. പൈസ കൊടുത്താൽ പോലും ചിലർ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരത്തില്ല. ഇത് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല, ഇത് ദൈവം അറിഞ്ഞു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഒന്നുമല്ലെങ്കിൽ സങ്കടമുള്ളപ്പോൾ ഓടിക്കേറി വരാൻ ഒരു സ്ഥലം ദൈവം ഒരുക്കിയില്ലേ? ഏത് സമയത്ത് ഓടി വന്ന് ഒരാളോട് എനിക്കൊരു വിഷമമുണ്ടെന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിക്കാൻ ഒരു സ്ഥലം ദൈവം ഒരുക്കിയത് നിസ്സാരമാണോ? ഒന്ന് കണ്ണുകളെ അടച്ച് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം അടുത്ത
തലമുറയ്ക്കത് അനുഗ്രഹത്തിന് കാരണമായി. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് മേടിക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് ഇന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിൽ ചെല്ലുമ്പോൾ മഴയത്ത് പോകുന്ന ഒന്നല്ല, അത് നിലനിൽക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് എന്നേക്കും ഒരു അനുഗ്രഹമായി നിലനിൽക്കും. ദൈവം അനുഗ്രഹിക്കുന്ന കുടുംബം എന്നേക്കും ഒരു അനുഗ്രഹമായി മാറും. ദൈവം അനുഗ്രഹിച്ചു തരുന്ന ബന്ധം എന്നേക്കും നിനക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചു തരുന്ന തലമുറ എന്നേക്കും അത് അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചു തരുന്ന നിന്റെ ബിസിനസ്, നിന്റെ കൃഷികൾ, അത് എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഈസഹാക്ക്, അബ്രഹാം ഒരു ദൈവഭക്തൻ, ദൈവത്തിന്റെ മുമ്പിൽ ബലിയർപ്പിച്ചവൻ, പ്രാർത്ഥിച്ചവൻ, ദൈവത്തോട് മിണ്ടിയവൻ. ദൈവം മിണ്ടി, അബ്രഹാത്തോട് ദൈവം സംസാരിച്ചു. ഈ അബ്രാഹത്തെ പ്രതി മകനായ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഒരു നിമിഷം എല്ലാ കരങ്ങളെയും ഒന്ന് ഉയർത്താമോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൻ വഴിതെറ്റി പോകുമോ, എൻ്റെ മക്കൾ വഴിതെറ്റി പോകുമോ? ഭയപ്പെടണ്ട, നിങ്ങൾ ഇടപെടണ്ട. ദൈവം അവർക്ക് വേണ്ടി കൃത്യസമയത്ത് ഇടപെടും. ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലേ? ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ഒരാളും തകർന്നു പോകുകയില്ല. തെറ്റായ തീരുമാനം കൊണ്ട് ഒരാളും നഷ്ടപ്പെട്ടു പോവുകയില്ല. തെറ്റായ തീരുമാനം കൊണ്ട് ഒരു കുടുംബവും ഒരു സമ്പത്തും തകർന്നു പോകുകയില്ല. സ്വരമുയർത്തി, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ശക്തമായി കരമടിച്ചൊന്ന് പാടാം. വിശ്വാസത്തോടെ ചേർന്ന് പാടാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിന്നെയോ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. ശക്തിയോടെ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക്. ആ കരമുയർത്തി പറയുന്നു, നല്ലവൻ അവൻ നല്ലവൻ. കരങ്ങളൊന്ന് വീശി പാടാമോ? നല്ലവൻ അവൻ നല്ലവൻ. വിടുതല്ലെന്ന് പ്രാപിക്കാം. പാടികെ വിടുതല്ലെന്ന്. കരങ്ങൾ താഴ്ത്തി അടിച്ച് യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചെന്ന് പാടാമോ? യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. പിന്നെയോ മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. ശബ്ദമുയർത്തി, മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം. അതുകൊണ്ട് കരമുയർത്തി പറയുന്നു, നല്ലവൻ അവൻ നല്ലവൻ. നല്ലവൻ അവൻ നല്ലവൻ. വിടുതലെന്നും വിടുതലെന്നും പ്രാപിക്കാം. ആമേൻ. വിടുതൽ. കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ആ കണ്ണുകൾ അടച്ച് മറന്നു പോകാത്ത വിധം ഒന്നോർത്തേ. അബ്രാഹത്തിൻ്റെ മകൻ ഇസ്ഹാക്ക് തെറ്റായ ഒരു തീരുമാനമെടുത്തത് ആരും അറിഞ്ഞിട്ടില്ല. ഇസ്ഹാക്കിൻ്റെ മനസ്സിലെ ഒരാലോചനയാണ്. കൃത്യമായി ദൈവം ഇടപെട്ടു. തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടരുത്. തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടമാകരുത്. തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങളുടെ കുടുംബജീവിതം തകരരുത്. തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടരുത്. പ്രാർത്ഥിക്കാൻ ആരേലുമൊക്കെ ഉണ്ടല്ലോ, തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടും. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർ അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ ഒരാളോട് ഇഷ്ടത്തിലാണ്, എൻ്റെ മകൾ ഒരാളോട് ഇഷ്ടത്തിലാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല.
ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്, അവർ തെറ്റായ തീരുമാനം എടുത്ത സമയത്തൊന്നും അറിഞ്ഞില്ല. ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതല്ല, കുടുംബത്തോട് ചേരുന്നതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങൾ കൂട്ടമായി അങ്ങ് മരിച്ചു കളയും, ഞങ്ങൾ മരിക്കാനാണ്, ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാവോ, ഞങ്ങളിപ്പോൾ വീട്ടിൽ ചോറൊന്നും വെക്കാറില്ല, എല്ലാവരും വിഷമിച്ച് അവിടേക്ക് ഇരിക്കുവാണ്. ചില തെറ്റായ തീരുമാനങ്ങൾ പല കുടുംബങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ വചനം പറയുന്ന സ്ഥലത്ത് ഈ ബോക്സൊക്കെ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാം? ഈ ബോക്സിനകത്ത് നിയോഗം എഴുതാൻ പറയുന്നത്, അവരെവിടെ ആകട്ടെ, എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് ഏതേലും ചില പൊട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റുന്ന അകലത്തിലും ദൂരത്തിലും ഒന്നും അല്ല അവരുള്ളത്. അവരിവിടുന്ന് വിമാനം കയറി 12 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെ അപ്പുറത്ത് വേറൊരു രാജ്യത്താണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? അവരെവിടെയായിരുന്നാലും അവരുടെ ജീവിതത്തിൽ നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇടപെടും, കൃത്യമായി ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ എന്താ എഴുതിയിരിക്കുന്ന? ഇസ്ഹാക്ക് ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അവനെ ദൈവം അനുഗ്രഹിച്ച് വലിയൊരു സമ്പന്നനാക്കി. അവനെ തോറ്റു തുന്നം പാടുന്ന ഒരു അവസ്ഥയിൽ എത്തിയെന്നല്ല, അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കി മാറ്റി. ദൈവം അനുഗ്രഹിച്ചത് പറഞ്ഞ് എന്നേക്കും ഒരനുഗ്രഹമായത് മാറും. ഒന്ന് പറഞ്ഞ്, ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹമായി മാറും. ഒന്നും കൂടെ പറഞ്ഞ്, ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും അതൊരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഒന്നും കൂടി ഒന്നിരിക്കാമോ? ഇതിനോട് ചുവട് പിടിച്ച് ഒരു വാക്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് അബ്രാഹാം എന്ന ഒരു പിതാവ് പ്രാർത്ഥിച്ചതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും? എനിക്ക് ആ സോപ്പ് വേണം, എനിക്ക് 2 കിലോ പഞ്ചസാര വേണം എന്നെനിക്ക് ചോദിച്ച് മേടിക്കാൻ പറ്റും. എനിക്ക് 2 കിലോ പഞ്ചസാര വേണം, ഒരു 10 കിലോ അരി വേണം, ഒരു 2 കിലോ തക്കാളി വേണം. ഇതുപോലെ ദൈവസന്നിധിയിലും ചോദിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ബൈബിളിലുണ്ട്. ഇതുപോലെ എന്നല്ല, ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ചോദിച്ച് വാങ്ങാൻ പറ്റും. നിങ്ങളിവിടെ ഇരുന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ പാടി, സ്തുതിക്കുമ്പോൾ സ്തുതിച്ചു, അത്രയും പോരാ, ചോദിച്ചു വാങ്ങണം. നിനക്കുള്ള അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ആഗ്രഹങ്ങളെ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അതിനെ ചോദിച്ചു വാങ്ങാൻ പറ്റും. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് ഒരു സ്ത്രീ പ്രാർത്ഥന. നേരത്തെ അബ്രാഹത്തെക്കുറിച്ച് കണ്ടു, ഇപ്പോൾ ഒരു സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. ഒത്തിരി വേദനയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുക. ഹന്നായെക്കുറിച്ചാണ് എഴുതുന്നത്. 10-ാമത്തെ വാക്യം വായിക്കുക. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുക. ഒന്നും കൂടെ കേട്ടെ. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത്, മനസ്സ് നൊന്ത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഇതേ വചനം ഇന്നലെ ഇച്ചിരി സൂചിപ്പിച്ചതാ. മനസ്സിൻ്റെ വേദന നമ്മൾ നോക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല പാൻസ് ഇട്ടിരിക്കുന്നു, നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, നല്ലതുപോലെ മുടി ചീകിയിരിക്കുന്നു, നല്ല ഭംഗിയുള്ള വാച്ച് കെട്ടിയിരിക്കുന്നു, കയ്യിലൊരു മോതിരമൊക്കെ ഉണ്ട്, വലിയൊരു വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടത് അതേന്നാണ് ഇറങ്ങി വന്നത്. നമ്മൾ നോക്കുമ്പോൾ പുള്ളി നല്ല ഓക്കെയാണ്. പക്ഷേ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും, ഹൃദയവേദന ഭയങ്കരമാണ്. ഏറ്റവും വലിയ വേദന ഒന്നാണ് എന്ത്? മനസ്സിൻ്റെ വേദന. നമ്മുടെ ഉറക്കം പോലും കളയും മനസ്സിൻ്റെ വേദന. ചില ആളുകളെ കാണുമ്പോൾ നോക്കത്തില്ലേ, അയ്യോ എന്ത് നല്ല മാല ഇട്ടിരിക്കുന്നത്, എന്ത് നല്ല കമ്മല ധരിച്ചിരിക്കുന്നത്, എന്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ചാൽ നടക്കുന്നത്, എന്ത് ഭാഗ്യമുള്ള ആൾക്കാരാണ്. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ ഭയങ്കരം കരച്ചിലാണ്. അപ്പം നിങ്ങൾ ഈ ചിരിച്ച് കളിച്ചൊക്കെ നടന്നത് മനസ്സിൻ്റെ വേദന ആരെ അറിയിക്കണ്ടല്ലോ, ഹൃദയവേദന. അപ്പോൾ ഇവിടെ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അത് താഴെ എഴുതിയിട്ടുണ്ട്. ഒരു നിയോഗം വച്ചാ പ്രാർത്ഥിച്ചത്.
വെറുതെ പ്രാർത്ഥിക്കുന്നതും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും വ്യത്യാസമുണ്ട്. ചുമ്മാ പ്രാർത്ഥിക്കാം, പാട്ട് പാടാം, കൈ കൊട്ടാം, കൈ ഉയർത്താം, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയും പോകാം സാധാരണ പോലെ. പക്ഷെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ അമ്മ പ്രാർത്ഥിച്ചത് എങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ 11-ാമത്തെ വാക്യം, അവൾ ഒരു നേർച്ച നേർന്നു. അങ്ങനെ എഴുതിയിരിക്കുക. അവളൊരു നേർച്ചയോ? ഈ ഇന്നത്തെ പോലെ നേർച്ച പണ്ടും ഉണ്ടായിരുന്നോ? ഉണ്ട്, നേർച്ചയുണ്ട്, നേർച്ചയും കാഴ്ചയും ഉണ്ട്. നിങ്ങളും ഒരു നേർച്ച നേരെ ഇവിടെ ഇരിക്കുമ്പോൾ, ഇവിടെ നിന്ന് എനിക്ക് ദൈവം കിട്ടിയ അനുഗ്രഹത്തെ ഞാൻ ഈ ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി വിളിച്ചു പറയുന്ന, 1 രൂപ നഷ്ടമില്ല അങ്ങനെ ഒരു നേർച്ച നേർന്നാൽ. ഇവിടെ കൊണ്ടേ കുറേ പൈസ കൊടുക്കും, നല്ല നേരേണ്ടത്. ഞാൻ ദൈവത്തെ ഇവിടെ നിന്നോണ്ട് മടി കൂടാതെ, ദൈവമേ നിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ഹന്ന പ്രാർത്ഥിച്ചു, ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു, ഒരു നേർച്ച നേർന്നു. ഇനി എന്താ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. എൻ്റെ സങ്കടം കണ്ട് എന്നെ വിസ്മരിക്കരുതേ. എന്നെ മറന്നു കളയല്ലേ. പ്രാർത്ഥിക്കുന്ന നിങ്ങളും പറ, പ്രാർത്ഥിച്ച് എന്നെ ഈ അനുഗ്രഹിയിൽ വന്ന് പ്രാർത്ഥിച്ച് എന്നെ മറന്നു കളയല്ലേ. പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബത്തെ മറന്നു കളയല്ലേ. എന്നെ ഓർക്കാതിരിക്കല്ലേ. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കാതിരിക്കൽ, വിസ്മരിക്കരുതേ. അടുത്ത വാക്യമാണ്. പ്രാർത്ഥനയുടെ കൃത്യത നോക്ക്. എനിക്കൊരു പുത്രനെ നൽകിയാൽ, അവിടെ എഴുതിയിരിക്കുവാണ്, എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകിയാൽ. എനിക്ക് ഒരു മകനായാലും മകളായാലും കുഴപ്പമില്ല, ഒരു കൊച്ചിനെ കിട്ടിയാൽ മതി. നല്ല പ്രാർത്ഥിച്ച് കൃത്യതയുള്ള വ്യക്തതയുള്ള ഒരു പ്രാർത്ഥന. എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ പ്രതിഷ്ഠിക്കും, ദൈവത്തിന് പ്രതിഷ്ഠിക്കും. നിയോഗം എന്നായിരുന്നു? ഹന്നായുടെ നിയോഗം, എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണം, എൻ്റെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം, എൻ്റെ ഈ രോഗം സൗഖ്യമാകണം, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു വിവാഹം നടക്കണം. കൃത്യതയുള്ള നിയോഗങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ആ എഴുതിയിട്ട വിഷയം ദൈവം കാണും. ആ പ്രാർത്ഥിച്ച നിയോഗം ദൈവം ഏറ്റെടുക്കും. പ്രാർത്ഥിച്ചു, കൃത്യമായി എഴുതിയിട്ടുണ്ട്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതം, എനിക്കൊരു പുത്രനെ നൽകിയാൽ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ വ്യക്തത നോക്കൂ. ഇനി 20-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ചത് ഇപ്പോൾ കൈകളിലെടുത്തു. പ്രാർത്ഥിച്ചത് ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ടു. പ്രാർത്ഥിച്ചത് ഇപ്പൊ കൈകളിൽ വന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഉത്തരം ഈ കണ്ണുകൊണ്ട് കാണും. അത് നിങ്ങളുടെ കൈകളിൽ എടുക്കും. പ്രാർത്ഥിച്ചത് യാഥാർത്ഥ്യമായി നിങ്ങളുടെ കയ്യിൽ വന്നതുപോലെ ജീവിതത്തിൽ വരും. എന്താ പ്രാർത്ഥിച്ചത്? ഒരാൺകുഞ്ഞിനെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. കൃത്യം 20-ാമത്തെ വാക്യം എഴുതിയിരിക്കുക. അവൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു പുത്രനെ, ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. അവിടെ ഒരു വാക്കുണ്ട്, ചോദിച്ചു വാങ്ങിയെന്ന്. ആ കടയിലൊക്കെ ചെല്ലുമ്പോഴാ സോപ്പ് ചോദിച്ചു വാങ്ങും, കണ്ണാടി ചോദിച്ചു വാങ്ങും, അല്ലെങ്കിൽ മരുന്ന് ചോദിച്ചു വാങ്ങും, എല്ലാം ചോദിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? ദൈവം അതിൻ്റെ കടയിൽ ചോദിച്ചു. ഇവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ മകനെ ചോദിച്ചു വാങ്ങിയതാണ്. എന്താ നിങ്ങൾക്ക് ഇന്ന് ഇല്ലാത്തത് ദൈവസന്നിധി ചോദിച്ച് വാങ്ങുന്നത് ഒരു വിശ്വാസമാണ്. എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗവും ചോദിക്കുക ദൈവത്തോട്. ചോദിച്ചു വാങ്ങാൻ പറ്റും. എനിക്കൊരു നല്ല ജോലി ഇല്ല, എനിക്കിപ്പോൾ ഒരു വരുമാന മാർഗം ഇല്ല, എൻ്റെ വീട് ചോർന്നൊലിക്കുന്നതാണ്, എൻ്റെ കുടുംബം ഇന്ന് തകർന്ന അവസ്ഥയിലാണ്, വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾക്ക് ചില നന്മകൾ ചോദിച്ചു വാങ്ങണം. വിശ്വസിക്കുന്നോ? ഇതേ ബൈബിളിൽ എത്രയോ വർഷം മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ധ്യാനമോ തിയോളജിയോ ഭേദപാഠമോ ഒന്നുമില്ലാത്ത കാലത്തും ഒരു സ്ത്രീ പോയി പറയുക, ഞാൻ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണെന്ന്, ഈ ദിവസം നിനക്ക് അനുഗ്രഹം കിട്ടിയ ദിവസമെന്ന് അറിയപ്പെടും എന്ന് ചുമ്മാ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. ചോദിച്ചു വാങ്ങാൻ പറ്റും. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു നിയോഗം മനസ്സിൽ കണ്ടേ.
ഒന്ന് ചോദിച്ച്, ചിലപ്പോൾ പാസ്പോർട്ട് എടുത്ത് പറയും ഇതിനകത്തൊരു അനുഗ്രഹം ഉണ്ടാകണേ. ചിലപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ജയിക്കണമേ, എനിക്ക് ഈ പരീക്ഷ പാസ്സാകണം, എനിക്ക് ആ രാജ്യത്ത് പോകണം, എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം, എനിക്കൊന്ന് എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് മാറണം, ഈ കൂട്ടുകെട്ടിൽ നിന്ന് മാറണം. ചോദിച്ചു വാങ്ങിയതിനെ ചോദിച്ചു വാങ്ങാൻ പറ്റും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് കണ്ണുകൊണ്ട് കാണാനും പറ്റും, അത് കൈകൊണ്ട് എടുക്കാനും പറ്റും. ഇന്ന് പ്രാർത്ഥിക്കുന്നത് നാളെ ഒരു അനുഭവമായി നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിക്കും. ദൈവം ഏൽപ്പിക്കും. നാളെ നിങ്ങൾക്കൊരു നല്ല വീട് വരുമ്പോൾ, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകുമ്പോൾ, നാളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുമ്പോൾ നിങ്ങൾക്കും 10 പേരോട് പറയാൻ പറ്റും, ഇത് ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്. ഇത് ഞാൻ 1 രൂപ ഇല്ലാത്ത കാലത്ത് അന്ന് വട്ടത്ത് വലിയ പള്ളിയിൽ പോയി ആ ധ്യാനത്തിൽ പോയി ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ദൈവം ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്, ദൈവം എൻ്റെ കുടുംബത്തിൽ തന്നത്, എൻ്റെ സാമ്പത്തികത്തിൽ തന്നത് ചോദിച്ചു വാങ്ങാൻ പറ്റും. ഒന്നാം കരം ഉയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചോദിച്ചു വാങ്ങി. എന്നിട്ട് എഴുതിയിരിക്കുവാണ്, ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. സന്തോഷത്തോടെ സാമുവേൽ എന്ന് വിളിച്ചു. അപ്പോൾ ഇച്ചിരി വൈകിയ വന്നേലും ലഭിച്ച അനുഗ്രഹം എന്നേക്കും ഒരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത ഭാഗം കേട്ടോണം. ഈ അമ്മയുടെ പ്രത്യേകത 24-ാമത്തെ വാക്യം. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോട് കൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കൊച്ചിനെ എവിടെ കൊണ്ടുവന്നു? ഇപ്പം കർത്താവിൻ്റെ ആലയത്തിൽ. ഈ അമ്മയെ കണ്ടുപഠിക്കണ്ടേ? ഈ അമ്മേനെ കണ്ടുപഠിക്കട്ടെ. ഈ അമ്മ പറഞ്ഞില്ലല്ലോ കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞ് കൊച്ചിനെ ലാളിച്ചോണ്ട് വീട്ടിലിരിക്കുമല്ല. ആ കൊച്ചിനെ കൊണ്ട് പള്ളി വന്നു. ആ കൊച്ചിനെ കൊണ്ട് അനുഗ്രഹം കിട്ടിയ സ്ഥലത്ത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണോ ദൈവം എന്നെ അനുഗ്രഹിച്ച അതേ സ്ഥലത്ത് ആ കൊച്ചിനെ കൊണ്ടുവന്ന അമ്മ. ചുമ്മാതെയല്ല വന്നത്. ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കിടം വീഞ്ഞ്, ഇതൊക്കെ താങ്ങി പിടിച്ച് ചുമന്നുകൊണ്ട് വന്നിരിക്കുക ആ കൊച്ചിനെയും കൂട്ടി. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. അവരെ വചനം കേൾപ്പിക്കണം. അതുപോലെ ഞാൻ നിങ്ങളിപ്പോൾ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എഴുതി ഈ മുകളിലിരിക്കുന്ന ബക്കറ്റിൽ അല്ലെങ്കിൽ ഈ ബോക്സിൽ ഇടുമ്പോഴേ അവരിവിടെ ഇരിക്കുന്ന അവരിവിടെ ഉള്ളതുപോലെയാണ്. നിങ്ങളും അത്രയേലും ഒന്ന് ചെയ്യും. ഇന്നത്തെ കാലത്ത് അനുഗ്രഹം വരും. ശ്രദ്ധിച്ചോ? ദേവാലയത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ വായിക്കേ, സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു. ചിന്ന പയ്യൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാ, ചെറിയ പയ്യനാ, ഒന്നും ആയിട്ടില്ല, തിരിച്ചറിവായിട്ടില്ല, ഒരു ബാലനായിരുന്നു. അടുത്ത വാക്യം വായിക്കുകയാണ്. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഏലി പുരോഹിതനാണ്. പ്രാർത്ഥിച്ചിട്ട് വേഗം പോയില്ല, പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ആ പുരോഹിതനോട് പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? പുരോഹിത, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു സ്ത്രീയാണ്. ഇപ്പോൾ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താണോ ഞാൻ പ്രാർത്ഥിച്ചത് അതിന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് എഴുതിയിരിക്കുന്നത്. 27-ാമത്തെ വാക്യം. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇത് നിങ്ങൾക്കും ഇതുപോലെ പറയാൻ ഭാഗ്യമുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അതായിരിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യം. ഹന്ന പറയുവാ, പുരോഹിത, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാനൊരു കുഞ്ഞിനെ കൈകളിലെടുക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു സാധ്യതയില്ലാത്ത സമയത്ത് കണ്ണുനീരോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അടുത്ത വാക്യം, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അടുത്ത വാക്യം 28-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ കൊച്ചിനെ അമ്മ എന്തു ചെയ്തു? പള്ളി കൊണ്ടുവന്ന് പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിച്ചു. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമയവും സാഹചര്യവും ഉള്ളപ്പം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു വേദനയായി മാറത്തില്ല. അതെന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത 2 കാര്യങ്ങളുടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ കൊച്ച് എവിടം വരെ എത്തിയെന്നൊന്ന് അറിയണ്ടേ? 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ കൊച്ച്
എവിടെ എത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. 26-ാമത്തെ വാക്യം. ബാലനായ സാമുവേലാകട്ടെ, ഈ ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിച്ച സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. എങ്ങനെ വളർന്നു വന്നു? സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവിടെ ചേർക്കാൻ പറ്റത്തില്ല, കോളേജിൽ ചെന്ന് പറഞ്ഞു ഈ കൊച്ചിനെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നല്ല, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും രണ്ടുപേർക്കും അവരെ ഇഷ്ടമായിരുന്നു എന്ന്. മനുഷ്യർക്കും ഇഷ്ടമായിരുന്നു, ദൈവത്തിന് അർപ്പിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നെങ്കിൽ മനുഷ്യർക്കും അവരെ ഇഷ്ടമായിരിക്കും, ദൈവത്തിനും അവരെ ഇഷ്ടമായിരിക്കും. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. എങ്ങനെയോ അല്ല, എങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും പിതാക്കന്മാർ നാളെ അമ്മമാരാകാനുള്ളവർ അപ്പന്മാരാകാനുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇങ്ങനെ വളർത്തുമ്പോൾ അവർ നിങ്ങൾക്കൊരനുഗ്രഹമായി മാറാൻ തുടങ്ങും. ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്. ഇതൊരിക്കലും ഒരു നഷ്ടമല്ല, ഇതൊരിക്കലും നിങ്ങൾ നഷ്ടമാകത്തില്ല. വെറുതെ ഒരു ചടങ്ങായിരിക്കുന്ന പോലെയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കാം. സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന നിലയിലാണ് ഇത് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല, നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. ഇനി അടുത്ത ഭാഗം ഒരു വായിക്കണം. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതൊരു അനുഗ്രഹമായി. ഈ സാമുവേൽ എവിടം വരെ എത്തിയെന്ന് കേട്ടോണം. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഈ ബാലനായ സാമുവേൽ വളർന്നു വന്നപ്പോൾ എവിടെ എത്തിയെന്ന് 19-ാമത്തെ വാക്യം വായിച്ചേ. സാമുവേൽ വളർന്നു വന്നു. ശ്രദ്ധിച്ചു കേട്ടോ, സാമുവേൽ വളർന്നു വന്നു. ആ കൊച്ചു വളർന്നു വന്നു. പിന്നെയോ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക് പതുക്കെ ഉറക്കെയൊന്ന് വായിച്ചേ. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അതെന്തോ ഒരു വാക്കാണ്. ആ കൊച്ചു വളർന്നു വന്നപ്പം അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ ദൈവം ഇടവരുത്തിയില്ലെന്ന്. അവരൊരു കാര്യം പറഞ്ഞ പോലെ നടക്കുമായിരുന്നു. വാക്കിന് പോലും വിലയുള്ളവനായി മാറി. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ വ്യർത്ഥമായി പോകാതിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗുണമുണ്ടോ ഇല്ലയോ നീ വേദപുസ്തകം പറയും. വായിച്ചു നോക്ക്. അമ്മ പ്രാർത്ഥിച്ചു, അമ്മ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥന മേടിച്ച് അനുഗ്രഹത്തിൽ വളർത്തിക്കൊണ്ട് എഴുതിയിരിക്കുവാണ്, അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായി പോയില്ല. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായി. എത്ര മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് വിഷമിക്കുന്നത്, വേദനിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ അർപ്പിച്ചാ വളർത്തുന്നതെങ്കിൽ അവരുടെ വാക്കുകളിലൊന്നും വ്യർത്ഥമാവുകയില്ല. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ 2 ബോക്സും ഇവിടെ സ്പെഷ്യലായിട്ട് വെച്ചത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ വെച്ചത്, എൻ്റെ ഒറ്റ ബുദ്ധിയിൽ വെച്ചതല്ല. അതിന് നല്ല ബോധ്യമുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, ഇവിടെ വേറൊന്നും, ഇതൊരു കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം അല്ല, ഇത് പ്രോഗ്രാമോ ഡാൻസോ പാട്ടോ ഒന്നും ഇവിടെ ഒറ്റ കാര്യം ഇതിനകത്ത് ഇന്ന് വരെ ഇത് ഉണ്ടാക്കിയേ പിന്നെ നടന്നിട്ടുള്ളൂ, പ്രാർത്ഥന മാത്രം, വചനപ്രഘോഷണം മാത്രം. ഇവിടെ ഒരു കല്യാണം നടന്നിട്ടില്ല, വേറൊരു പ്രോഗ്രാം നടന്നിട്ടില്ല, പിള്ളേരുടെ കലാപരിപാടികൾ നടന്നിട്ടില്ല. ഇവിടെ ആരാധനയും പാട്ടും പ്രാർത്ഥനയും മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ ഈ 2 ബോക്സും വച്ചത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളും മാത്രമല്ല, അവിടെ ആഗ്രഹങ്ങളും എഴുതി വയ്ക്കണം. 1, 2, 3 സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്ക്. അവരുടെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അനുവദിക്കില്ല. ഒറ്റ വാക്യം കൂടെ വായിച്ചു നിർത്തുകയാണ്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സാമുവേലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. ഇസ്രായേൽ ഒരു രാജ്യമാണ്. എൻ്റെ വാക്ക് എൻ്റെ വീട്ടുകാർ മുഴുവൻ കേട്ടു, എൻ്റെ വാക്ക് ഇവിടെ ശുശ്രൂഷകരായ 40 പേര് കേട്ടു എന്ന് പറയുന്ന പോലെ അല്ല. ഇസ്രായേൽ ഒരു രാജ്യമാണ്. സാമുവേൽ ഒരു വാക്ക് പറഞ്ഞ രാജ്യം മുഴുവൻ അംഗീകരിക്കുമായിരുന്നു എന്ന്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഈ കേരളം മുഴുവൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുന്ന പോലെ ആ വാക്ക് നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നു പറഞ്ഞ പോലെ എഴുതിയിരിക്കുവാണ്. സാമുവേൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവൻ അത് അംഗീകരിക്കുമായിരുന്നു. അപ്പൊ എന്തേരവാ ദൈവം അവനെ വളർത്തിയത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് വരെ സാമുവേൽ എത്തി. സാമുവേലിന്റെ വാക്ക് ഒന്നുകൂടെ വായിച്ചേ. സാമുവേലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ. ഇസ്രായേൽ ആ രാജ്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്വന്തക്കാരും ഒക്കെ ആ രാജ്യത്ത് ഒരുപാട് പേരുണ്ട്. ഒരു രാജ്യം മുഴുവൻ സാമുവേലിന്റെ വാക്ക് കേട്ട് ആദരിച്ചു. ഒരാളുടെ വാക്കിന് ഇത്രയും വിലയോ? ആരുടെ വാക്കിനാണ്? ദൈവാനുഗ്രഹമുള്ള, ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് വളർന്ന ഒരുവന്റെ വാക്കിനെ ഒരു രാജ്യം മുഴുവൻ അംഗീകരിച്ചു. ഇതാ പറഞ്ഞത്, ദൈവം അനുഗ്രഹിച്ചാൽ അതെന്നേക്കും ഒരു അനുഗ്രഹമായി അത് നിലനിൽക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഒരു നിമിഷം എല്ലാവരും കേട്ടേ. ഈ 2 ബോക്സും വച്ചിരിക്കുന്നത് 1 മാസത്തേക്കല്ല, അല്ല 10 ദിവസത്തേക്കല്ല. ഈ 2 ബോക്സും
ദൈവാനുഗ്രഹമായി ഇവിടെ ലഭിച്ചതാണ്. നല്ല ഭംഗിയുള്ള 2 ബോക്സ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൽ 2 പേര് നിങ്ങളുടെ കടബാധ്യത മാറണം, ജോലി അതൊന്നും എഴുതല്ല. നിങ്ങളുടെ കുഞ്ഞ് അല്ലെ കടബാധ്യത മാറണം, വീട് വെക്കണം എന്നല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി, ചുമ്മാ പേരെഴുതിയാൽ പോരാ. 3 നിയോഗം എഴുതണം അവരെക്കുറിച്ച്. ഒന്നാമത്തെ നിയോഗം, അവർ ദൈവത്തെ മറന്ന് ജീവിക്കല്ല്. ഒന്നാമത് അത് കോമൺ ആയിട്ട് എഴുതണം. ബാക്കി 2 അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി തിരക്ക് പിടിക്കരുത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും എഴുതി അതിനകത്തിടുക. ഞാനിവിടെ തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച എല്ലാം ഇതേ മൈക്കെടുത്ത്, നിങ്ങളിവിടെ ഇല്ലേലും ഈ ഹാള് മുഴുവൻ ഇങ്ങനെ കാലിയായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും വചനം പറയുമ്പോൾ, ലോകം മുഴുവൻ ആളുകൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 1 മിനിറ്റ് ഈ 2 പാത്രത്തിലും എഴുതിയിട്ട ഓരോ പേരിന് വേണ്ടിയും 1 നിമിഷം പ്രാർത്ഥിക്കും. ലോകം മുഴുവൻ ഇത് കേൾക്കുന്ന ആളുകളും 1 സെക്കൻഡ് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഒരു കടുകോളമെങ്കിലും അനുഗ്രഹമാകാതെ ഇരിക്കത്തില്ല. അത് ഒരു വെള്ളത്തിൽ, 1 ഗ്ലാസ് പച്ചവെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും ലയിച്ച് ചേരുന്ന പോലെ ഈ പ്രാർത്ഥനയും അനുഗ്രഹവും ആ പേരുകളിൽ ലയിച്ച് വരും. സാമുവേലിനെ പോലെ അവർ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരും. പിന്നെയോ അവന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. പിന്നെ എഴുതിയിരിക്കുവാണ്, അവന്റെ വാക്കുകൾ ഒന്നും വ്യർത്ഥമായ പറഞ്ഞത് അതേപോലെ നടക്കുമായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കണ സമ്മാനം ഹന്നായ്ക്ക്. ഹന്നയാണ് സാമുവേലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് ഈ 3-4 അധ്യായത്തിൽ കാണുന്നത്. ഒരിക്കൽ കൂടി ഒന്ന് മടുപ്പ് കൂടാതെ ഒന്ന് എഴുന്നേൽക്കാമോ? എല്ലാ പ്രിയപ്പെട്ടവരും ഇത് മുഴുവൻ ശ്രദ്ധിച്ചവർ കാണും, പകുതി ശ്രദ്ധിച്ചവർ കാണും, കുറച്ച് കേട്ടവർ കാണും, എഴുതിയെടുത്തവർ കാണും, ഉറങ്ങിയവർ കാണും, മയങ്ങിയിരുന്നവർ കാണും. സാരയിലെല്ലാം മായ്ച്ചു കള. ഒരിക്കൽ കൂടി പറയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രതിഫലമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ മാതാപിതാക്കളാണ്. തീ കൊണ്ട് കുത്തിയാൽ പൊള്ളുന്ന പോലെ പലതും അവരെ പൊള്ളിച്ചിട്ടുണ്ട്. തീ കൊണ്ട് കുത്തിയാൽ പൊള്ളുന്ന പോലെ പുറമേ ചിരിക്കുമെങ്കിലും നിലത്ത് വീണ് പൊട്ടിയ ചില്ല് പാത്രം പോലെയാ പലരുടെയും മനസ്സ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്, കാതിലുണ്ട്, കഴുത്തേലുണ്ട്, എല്ലാം ശരി തന്നെ. മനസ്സോ കുപ്പിപ്പാത്രം പോലെ പൊട്ടിയതും. പൊട്ടിക്കരയാൻ വെമ്പി നിൽക്കുന്നവർ, നാളെയെക്കുറിച്ച് ആകുലതയും ഉത്കണ്ഠയുമുള്ളവർ, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ചില നിയോഗങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ചില കാര്യങ്ങൾ സൗഖ്യമാകാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? വീട് അനുഗ്രഹമാകാനാണോ പ്രാർത്ഥിക്കുന്നത്? പിശാച് നിങ്ങളുടെ വീട്ടിൽ വഴക്ക് വിതയ്ക്കാറുണ്ടോ? പിശാച് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തിന്മ വിതയ്ക്കുന്നുണ്ടോ? സമാധാനത്തിൽ പോകുന്ന കുടുംബത്തെ വഴക്ക് വിതച്ച് കൊളവാക്കുന്ന തിന്മയുടെ സ്വാധീനമുണ്ടോ? ഒളിഞ്ഞോ തെളിഞ്ഞോ നിൽക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ചൊന്ന് ആരാധിക്കാൻ തയ്യാറാകുക. ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റുമതിൽ അടച്ച് ഭദ്രമാക്കിയിരുന്നു. അവർ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ഒന്നും കുത്തുവോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ചുറ്റും കുറച്ചുനാൾ പ്രാർത്ഥനയോടെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ മതിൽ താനെ താഴെ വീണു. ഇതൊരു പാഠമാണ്. ചില പ്രാർത്ഥനയോടെ നടക്കുമ്പോൾ, ചില ആരാധനയോടെ നടക്കുമ്പോൾ, ചില ബന്ധനങ്ങൾ, ചില തടസ്സങ്ങൾ അവിടെ തവിടുപൊടിയാകാൻ തുടങ്ങും. കരിമ്പാറ പോലെ, പൊട്ടാത്ത ചില പാറകൾ പോലെ, ചില തരികൾ പോലെ പൊട്ടിപ്പൊടിഞ്ഞു പോകും. നിങ്ങളെല്ലാ കണ്ണുകളെയും അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അബ്രാഹം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ തെറ്റായ തീരുമാനമെടുത്ത് തകർന്നു പോവല്ല്. മക്കൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുക, തീരുമാനം തെറ്റിപ്പോയാൽ അത് ജീവിതത്തെ ബാധിക്കും, സന്തോഷത്തെ ബാധിക്കും, അഭിവൃദ്ധിയെ ബാധിക്കും. ജീവിതം എവിടെയും എത്താതെ പോകും. ശരിയാണോ? ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ട് തെറ്റിപ്പോയെന്ന് പറയാൻ എത്ര പേര് പറയും? ശരിയാണ് അച്ചോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്,
ഞാനെടുത്ത് തീരുമാനിച്ച് തെറ്റിപ്പോയി. അന്നേരത്തെ ആവേശത്തിനും അന്നേരത്തെ ചിന്തയ്ക്കൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനെടുത്ത തീരുമാനമൊക്കെ പൊട്ടിപ്പോയോണ്ടാണ് എനിക്കവിടെ എത്താതെ പോയത്. ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്ക് ലഭിച്ചത്, വേറൊന്നാണ് ലഭിച്ചത്. ജീവിതം പൊട്ടിപ്പോയവരുണ്ടോ? പകുതി വഴിക്ക് നിന്നിരിക്കുക, ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങി അങ്ങ് നേരം എടുത്തു, അങ്ങനെ അങ്ങ് പോകുന്നു. ചുമ്മാ ഉരുണ്ടുരുണ്ട് പോകുന്ന പോലെ ഒരു യാന്ത്രികമായി പോകുന്നു. ചില സമയത്ത് ഒറ്റക്കിടം ഇരിക്കുമ്പോൾ മരിക്കണമെന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോവും. എന്തിനെങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും. ജീവിതം തെറ്റായ തീരുമാനങ്ങളിൽ തകർന്നു പോകല്ല്. ഇസ്ഹാക്ക് ഒരു തെറ്റായ തീരുമാനമെടുത്തപ്പോൾ കൃത്യമായി ദൈവം ഇടപെട്ട പോലെ ഇന്നും സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങൾ എന്നെങ്കിലും ഒക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു സങ്കടത്തിൻ്റെ മേൽ നിന്നുകൊണ്ടൊരു തെറ്റായ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇടയാകണമേ. നിങ്ങൾ മാതാപിതാക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകും. ഇനി അടുത്തൊരു കാര്യം കൂടി പ്രാർത്ഥിക്കട്ടെ. സാമുവേൽ ഹന്ന പ്രാർത്ഥിച്ചു, എനിക്ക് തലമുറകളില്ല, എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വൈകിയാലും ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കും ഒരു അനുഗ്രഹമായത് മാറും. വൈകിയാലും അത് അനുഗ്രഹമായി മാറും. ഹന്ന പ്രാർത്ഥിച്ചു കിട്ടിയത് എന്നേക്കും ഒരു അനുഗ്രഹമായി മാറി. സാമുവേലോ അവന്റെ വാക്കുകൾ ഒന്നും വ്യർത്ഥമായി പോകാൻ ദൈവം അനുവദിച്ചില്ല. സാമുവേലിന്റെ വാക്കുകൾ ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. ദൈവത്തിൽ അർപ്പിച്ചവന്റെ വാക്കിന് പോലും വിലയുണ്ടാകും. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി എല്ലാവരും അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ, ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ജീസസ്, കരമടിച്ചൊന്ന് പാടാമോ? യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. ആമേൻ പറയാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. അതുകൊണ്ട് നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറത്തില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ആമേൻ പറഞ്ഞു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അതു നിശ്ചയം. എല്ലാവരും ശ്രദ്ധിക്കാമോ? ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് കേട്ടെ. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ 3 കാര്യങ്ങൾ എന്നെ തേടി വരും. നല്ല ബന്ധങ്ങൾ, നല്ല സമയം, നല്ല ജീവിതം. ഒരു വാക്കും കൂടെ ചേർക്കാം, ദൈവം തരുന്ന സമ്പത്ത്. അതുകൂടെ ചേർന്ന് വരും. നല്ല ബന്ധം, നല്ല ജീവിതം, നല്ല സമയം, ദൈവം തരുന്ന അനുഗ്രഹമുള്ള സമ്പത്ത്. അത് നമ്മളെ തേടി വരും. ദൈവം എന്നെ അനുഗ്രഹിച്ച ദിവസമെന്ന് ഇന്ന് വിളിക്കപ്പെടും. ദൈവം എന്നെ സൗഖ്യമാക്കിയ ദിവസമെന്ന് ഇന്ന് അറിയപ്പെടും. ഒരുപാട് നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ദൈവം എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുക. രണ്ടും രണ്ട് വഴിക്ക് പോകല്. വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിക്കാം. രണ്ടും ഒരേ വഴിക്ക് പോകട്ടെ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിക്കട്ടെ.
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില മിനിറ്റുകളാണിത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ 2 ബോക്സുകൾ, ഈ ആരാധനയുടെ സൈഡിലിരിക്കുന്ന 2 ബോക്സുകൾ, അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, ഇന്നെന്നല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് മാത്രമല്ല, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ബോക്സുകളാണ്. എന്തിനത് പറയാൻ കാരണം, അങ്ങനെ ഒരമ്മ പ്രാർത്ഥിച്ചിരുന്നു സാമുവേലിന് വേണ്ടി. അതുകൊണ്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മുഴുവൻ അവൻ്റെ വാക്കിനെ ആദരിച്ചുവെന്നും അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അനുവദിച്ചില്ലെന്നും. മാത്രമല്ല, ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്ക് തെറ്റായൊരു തീരുമാനമെടുത്ത അതേ സമയത്ത് ദൈവം ഇടപെട്ടു. തെറ്റായ തീരുമാനത്തിൽ ഒരാളും തകർന്നു പോകില്ല. എത്തേണ്ടടുത്ത് ദൈവം നിന്നെ എത്തിക്കും. ചില നിയോഗങ്ങൾ നിങ്ങൾ ഇന്ന് എഴുതിയിട്ട് പ്രാർത്ഥിച്ചില്ലേ, അതെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് ആരാധിക്കാൻ പോവുകയാണ്. മറിയത്തോട് ദൈവം പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെയാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചത്. അപ്പോൾ തന്നെ സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടു. അത് ദൈവകൃപയുള്ളവനെ ദൈവം സൂക്ഷിക്കും. ദൈവകൃപയുള്ളവനെ ആരാധിക്കുമ്പോൾ കിട്ടുന്നത് ദൈവകൃപയാണ്. വചനം കേൾക്കുമ്പോൾ കിട്ടുന്നത് ദൈവകൃപയാണ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കെല്ലാവർക്കും, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ, ചുറ്റും നിൽക്കുന്നവർ എല്ലാവരും ഒരു മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നന്നായി ഒന്ന് പാടി ആരാധിക്കാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവാൻ പ്രാർത്ഥിക്കുക. സകല നിയോഗങ്ങളെ ഓർക്കുമ്പോൾ, ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റുമതിൽ അടച്ചു പൂട്ടി ഭദ്രമാക്കിയിരുന്നു. ആരും വരികയോ പോവുകയോ ചെയ്തിരുന്നില്ല. ദൈവം പറഞ്ഞത്, നിങ്ങൾ അവിടെ നിന്ന് നിശ്ചിത ദിവസങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, ആർപ്പ് വിളിക്കുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കാൻ കിന്നരങ്ങൾ മീട്ടി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ഒരിക്കലും പൊളിയത്തില്ല, മാറത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വലിയ വേലി തനിയെ തകർന്ന് താഴെ വീണു എന്നാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ എല്ലാ ബന്ധനങ്ങളും മാറാൻ തുടങ്ങും. 2 കരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങണം. അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നടക്കാൻ തുടങ്ങണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കണം. യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. എനിക്ക് അനുഗ്രഹം കിട്ടിയ ദിവസം എന്നറിയപ്പെടണം. യേശുവിന്റെ നാമം വിളിക്കുന്നു. യേശുവേ, ജീസസ്. സ്തുതിക്കുന്നു, 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 ജീസസ്. എല്ലാവരും ചേർന്ന് കരമടിച്ചു പാടാം. ആരാധന
പരിശുദ്ധാത്മാവേ നിറയണമേ. ഒരിക്കൽ കൂടി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചിലരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി? അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ കളിയാക്കി ചോദിച്ചവരുടെ മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാക്കി നിർത്തണമേ. എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാക്കി നിർത്തണമേ. പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തായി? പാടാനും തുള്ളാനും പോയിട്ട് എന്തായി? നിങ്ങൾ എവിടെ പോവുകയാണ്? കൊള്ളിച്ചൊക്കെ ചോദിച്ചവരുടെ മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാക്കി എന്നെ നിർത്തണമേ. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ നാട്ടുകാർ, ദേശക്കാർ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ പലരും ചിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ എന്നെ അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാക്കി നിർത്തണമേ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥലമുണ്ടല്ലോ, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച സ്ഥലമെന്നറിയപ്പെടും. ഈ സ്ഥലം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട സ്ഥലം എന്നറിയപ്പെടും. ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയ സ്ഥലമെന്ന് ഈ സ്ഥലം അറിയപ്പെടും. കാരണം നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്നത് അറിയാൻ പറ്റും. ഇന്ന് നിയോഗം സമർപ്പിച്ച എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്താമോ? ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവർ, ശുശ്രൂഷകരൊക്കെ, ഇവിടെ നിൽക്കുന്നവർ, സ്ഥലമില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, അമ്മമാരൊക്കെ പുറത്താണ് നിൽക്കുന്നെങ്കിലും നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആ ജനത്തിൻ്റെ നേരെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. കർത്താവേ, നമ്മുടെ വീട്ടിൽ വന്നവരാണിവർ. കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, ചെന്നൈയിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, കോഴിക്കോട് നിന്നും, വയനാട്ടിൽ നിന്നും, അയൽവാസിയുടെ സ്ഥലത്തു നിന്നും, എല്ലാ ദൂരെ നിന്ന് വന്നവരും സമീപത്ത് നിന്നവരുമുണ്ട്. എല്ലാ സഭയിലും പെട്ടവരുണ്ട്. ആർസിക്കാരുണ്ട്, ലാറ്റിൻകാരുണ്ട്, മലങ്കരക്കാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, CSIക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, മറ്റു മതത്തിൽപ്പെട്ടവരുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിങ്ങളെ കാണുകയാണ്. ഈ ഉയർത്തിയ കരങ്ങളെ നോക്കിക്കൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു അത്ഭുതമായി മാറും. നിങ്ങളെ ദൈവം ഇവിടെ വച്ച് അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഓരോ നിയോഗത്തിൻ്റെ മേലും ദൈവശക്തി വെളിപ്പെടും. ഓരോ നിയോഗത്തിൻ്റെ മേലും ദൈവശക്തി വെളിപ്പെടും. ഓരോ നിയോഗത്തിൻ്റെ മേലും ദൈവശക്തി വെളിപ്പെടും. കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തിരി കത്തിച്ചു പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആരാധിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. In Jesus name. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ നിയോഗവും പേരും കൊടുത്തവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ചു പ്രാർത്ഥിക്കാൻ ഒരുങ്ങുവാണ്. ദിവികാരുണ്യ പ്രദക്ഷിണത്തിന് മുമ്പ് വെഞ്ചരിക്കാനായി കൊണ്ടുവന്നിട്ടുള്ള എണ്ണയോ വെള്ളമോ ഉപ്പോ ഭക്തവസ്തുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച്, കർത്താവേ, ഈ ജനം പ്രാർത്ഥിക്കാനും വിശുദ്ധീകരിക്കാനും വെഞ്ചരിക്കാനൊക്കെ കൊണ്ടുവന്ന വസ്തുക്കളെ ദൈവമേ അങ്ങ് ഏറ്റെടുക്കണമേ. വചനത്തിൻ്റെ ശക്തിയിൽ സൂക്ഷിക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ അടയാളമിട്ട് സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ മുഴുവനായും പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നേർച്ച ഭക്ഷണവും എണ്ണയും വെള്ളവും വെഞ്ചരിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കളും എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷകരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ നാമത്തിൻ്റെ ഇടപെടൽ ഇവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കണമെന്ന്, ഇവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കണമെന്ന്, ഈ വെഞ്ചരിപ്പിന്റെ സമയത്ത് യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തി വീഴണമെന്ന്
അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വിടുതലുകൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, രക്ഷാകര അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്വർഗീയ അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകളെ സംഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അത് ഏറ്റവും പ്രാർത്ഥനയോടെ ചെയ്യാൻ ഒന്ന് സഹായിക്കാമോ? കർത്താവേ, ഞങ്ങൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഈ ജനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങ് ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഓരോ രോഗികളെയും അനുഗ്രഹിക്കുന്ന സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകണമേ. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടിയ അനുഭവം ഉണ്ടാകണമേ. തകർന്ന കുടുംബങ്ങൾ ഒന്നാകുന്ന അനുഭവം ഉണ്ടാകണമേ. കുടുംബ സമാധാനം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. പൊട്ടിത്തകർന്ന മനുഷ്യരുണ്ട്, വേദനിക്കുന്നവരിനകത്തുണ്ട്. ദൈവാനുഗ്രഹം വരുമ്പോൾ 3 കാര്യങ്ങൾ തേടി വരും. 4 കാര്യങ്ങൾ: നല്ല ബന്ധങ്ങൾ, നല്ല സമയം, നല്ല ജീവിതം, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. ഇത് നമ്മളെ തേടി വരും. ഒന്നോർത്തെ, ദൈവാനുഗ്രഹമുള്ളവരെ നല്ല ബന്ധങ്ങൾ, നല്ല അവസരങ്ങൾ, നല്ല സമയങ്ങൾ, നല്ല ജീവിതമൊക്കെ അവരെ തേടി വരും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളുന്ന യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാ ജീവിതങ്ങളിലും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഓരോ രോഗികളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സഹായം ഇവരിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ നിയോഗങ്ങളുടെ മേലും അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി ജീസസ്. നന്ദി, നന്ദി. വിശ്വസിച്ച് കർത്താവേ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥന ചോദിച്ചവരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹത്തിൽ കൊണ്ടുവരാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സം നേരിടുന്നവരെ, ഒരു PR വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, അവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവ വിശ്വാസത്തിൽ വളരാൻ നിയോഗം വെച്ചവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗത്തിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവരെ യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. ശരീരത്തിൽ ചില മുഴകൾ, അതിനെ ഓർത്ത് ഭാരപ്പെടുന്നവരെ യേശുവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴികാട്ടി അങ്ങേ ആരാധിക്കുന്നു.
ഇപ്പോൾ സ്ഥലം വിറ്റ് കിട്ടുവാൻ നിയോഗം വെച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ കടഭാരത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ ചോദിച്ചവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജർമ്മൻ ഭാഷ പഠന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു. IELTS OET എക്സാം വിജയത്തിനായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാൻ നിയോഗം ചോദിച്ചവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചവരെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്ധിവേദനകളിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥന ചോദിച്ചവർ, നഴ്സിംഗ് പഠന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, CA പോലുള്ള എക്സാമിന് വിജയിക്കാൻ പ്രാർത്ഥിച്ചവർ, സ്വന്തമായൊരു വീട് കിട്ടുവാൻ പ്രാർത്ഥിച്ചവർ, മക്കളുടെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചവർ, വർക്ക് പെർമിറ്റ് കിട്ടാൻ പ്രാർത്ഥന ചോദിച്ചവർ, നീറ്റ് എക്സാമിന് വേണ്ടി ചോദിച്ചവർ, കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭാരം അനുഭവിക്കുന്നവർ, സകലരെയും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ വലിയ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി നിറയുവാൻ, വചനത്തിന്റെ ശക്തി നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗം വെച്ചവരെ ഓർക്കുവാണ്. മുട്ടിലിഴഞ്ഞ് നിയോഗം സമർപ്പിച്ച താഴത്തെ ചെറിയ പള്ളിയിൽ നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ മേലത്തെ വലിയ പള്ളിയിൽ നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർക്കുകയാണ്. നിയോഗ പ്രാർത്ഥന, നിയോഗ കൊന്ത കൈകളിലെടുത്ത് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ആരുടെയൊക്കെ നിയോഗം ഈ ദൈവശക്തിയുള്ള സ്ഥലത്ത് ഇവിടെയുണ്ടോ അവിടെയെല്ലാം അവരെല്ലാം തൊടണമേ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ എല്ലാ അധരങ്ങളെയും തുറന്ന് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന സകലരെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഹന്ന പറഞ്ഞു, ഒരു ആൺകുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന അതുപോലെ തന്നെ മറുപടി ലഭിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അതുപോലെ മറുപടി കിട്ടുന്ന ഒരു സ്ഥലമായി ഇത് മാറട്ടെ. ഒന്ന് സ്തുതിച്ചെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഓരോ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പാടാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ,
നമുക്കെല്ലാവർക്കും ഒന്ന് ശാന്തമായി നിന്ന്, എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ശാന്തമായി ദൈവ സാന്നിധ്യത്തെ, എല്ലാ അമ്മമാരും ഒന്ന് ശ്രദ്ധിച്ചേ, സഹോദരിമാർ ശ്രദ്ധിച്ചേ, ഒന്ന് പ്രാർത്ഥനയോടെ നിന്നേ. തിക്കും തിരക്കും കൂട്ടൽ ആരാധന കഴിഞ്ഞില്ല. ശാന്തമായി നമുക്ക് നിൽക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. എല്ലാ കണ്ണുകളെയും സാധ്യമെങ്കിലും നടച്ച്, എല്ലാവരും ഓരോ തരത്തിൽ ദുഃഖിതരാണ്. ഓരോ ദുഃഖത്തിനും ഓരോ കാരണമാണ്. ചില ആളുകൾ പാസ്പോർട്ടുമായി വന്നിട്ടുള്ളവരൊന്ന് കയ്യിലെടുക്കുക. എൻ്റെ അറിവിൽ 16 ഡോക്ടർമാർ ഇവിടെയുണ്ട്. എന്നെ ഇന്നലെയും ഇന്നുമായി 16ഓളം ഡോക്ടർമാർ തന്നെ ഈ പ്രാർത്ഥനയിലുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കാനാണ് വന്നവരാണ്. പാസ്പോർട്ട് കയ്യിലെടുക്കുക. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾ, നിങ്ങളുടെ കേസിൽ ഒരു 10 രൂപയിലും ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കുക. നേർച്ചയിടാനല്ല, പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ചാൽ മതി. പ്രിയപ്പെട്ട ശുശ്രൂഷകർ മാത്രം ഒന്ന് അവരുടെ നേരെ നമ്മളെല്ലാവരും ഒന്ന് കരങ്ങൾ നീട്ടിപ്പിടിച്ച്, നമ്മുടെ ഈ ആലയത്തിൽ വന്നിട്ട് തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരാളും വരണ്ടായിരുന്നു, പോകണ്ടായിരുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടാകരുത്. എന്നെ ദൈവം അനുഗ്രഹിച്ച സ്ഥലമെന്ന് ഇത് അറിയപ്പെടണം. എൻ്റെ ദൈവം എന്നെ തൊട്ട സമയമൊന്നും എനിക്ക് അറിയപ്പെടണം. ജപ്തിയുടെയും കടബാധ്യതയുടെയും മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. വിദേശത്തൊരു ജോലി പ്രതീക്ഷിക്കുന്നവരുണ്ട്. ദൈവമേ, PR കിട്ടാതെയും സങ്കടപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ ഒരാളല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നേ. ദൈവാനുഗ്രഹമുള്ള ഓരോ ശുശ്രൂഷകരും വൈദികരും നിങ്ങളുടെ മേൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാണ്. അതിന്മേൽ ഒരു അനുഗ്രഹം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കണമേ. അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും യേശു എടുത്തു മാറ്റട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ അത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ അത് എന്നേക്കും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. തിരിച്ചതാ യഥാസ്ഥാനങ്ങളിൽ കരങ്ങളിൽ ബാഗിലൊക്കെ ഇത് വയ്ക്കുക. നിയോഗ കൊന്തയൊന്നുണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിച്ച്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് 33 പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴോ ഈ മണ്ണിൽ ചവിട്ടി നിയോഗ പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടി ചെല്ലണം. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ മാത്രമല്ല, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി 365 ദിവസവും വചനം പറയുന്ന ഈ ബോക്സിൽ ഈ മുമ്പിൽ വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണ കോട്ട ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും നാരങ്ങാനീരൊക്കെ വീഴുമ്പോൾ അതിൽ ലയിച്ചു ചേരുന്നത് പോലെ ഈ പ്രാർത്ഥനയുടെ വചനത്തിൻ്റെ അനുഗ്രഹം അവരിൽ വരാൻ തുടങ്ങുമെന്ന് വിശ്വസിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. സമയമുള്ളതുപോലെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 31 പ്രാവശ്യം കൂടെ എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചു വേണം പോകുവാൻ. സ്തുതിച്ച് പ്രാർത്ഥിച്ച ഈശോയുടെ നല്ല ആശീർവാദത്തെ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ
അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ പോകാനുള്ള ആളുകളുണ്ട്. നിങ്ങൾ മഴയൊക്കെ ചെറുതായിട്ടുണ്ട്, വണ്ടി എടുക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുവാൻ നല്ല യാത്ര, നല്ല ഭക്ഷണം, നല്ല സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ആശംസിക്കുന്നു.